ഈ മനോഹരമായ രാത്രിയിൽ അടൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഈ നടക്കുന്ന ഈ കൺവെൻഷനിൽ വന്നു ചേരുവാൻ ഇതിന് വേണ്ട വേദി ക്രമീകരിച്ച് നന്നായ എൻ്റെ ഏറ്റവും പ്രിയങ്കനായ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി ഞാനുമായിട്ട് ദീർഘനാളത്തെ ബന്ധുവും സ്നേഹവുമൊക്കെ ഉണ്ട്. തിരുമേനി ഒരു 10 വർഷത്തിന് മുമ്പേ ഞാൻ തിരുമേനിയെ കണ്ടപ്പോൾ മാർത്തോമാ സഭയിൽ ആരുടെ ഉള്ളിലുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ മല്ലപ്പള്ളി പ്രസംഗിച്ചു, തിരുമേനി കുർബാന നടത്തി. ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഭാവിയിൽ ഒരു ബിഷപ്പാകുമെന്ന് പറഞ്ഞു. തിരുമേനിയും വിശ്വസിച്ചൊന്നും തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു വലിയ ഊഷ്മളമായ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. സറഫി തിരുമേനിയുടെ നേതൃത്വം മലങ്കര സഭയിലെ ബിഷപ്പായി ആയിരങ്ങൾക്ക് അനുഗ്രഹം പകരുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തിരുമേനിക്കായി സ്തോത്രം ചെയ്യുന്നു. വികാരി ജനറൽ KV ചെറിയാനച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിച്ച ദൈവം അല്ലേ സാർ? ഇവിടെ അറിയാമോ? ഞാനും അച്ഛനുമൊക്കെ, അച്ഛൻ എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അതിന് മുമ്പ് ഞാൻ മാനസാന്തരപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ അച്ഛനുമായി എൻ്റെ വീട്ടിൽ താമസിക്കുക ഞാനുമായിട്ടൊക്കെ വളരെ ബന്ധമാണ്. ബേബി ജോണച്ചൻ മാർത്തോമാ സഭയിലെ ഒരു കൺവെൻഷൻ പ്രസംഗ മേഖലയിൽ ഡയസസ് സെക്രട്ടറിയായി മാത്രമല്ല ശക്തിയേറിയ വചന പ്രഭാഷണം നടത്തുന്ന എൻ്റെ പ്രിയങ്കനായ ബേബി ജോണച്ചൻ, കൺവീനറായ വർഗീസ് ജോണച്ചൻ ഒരു സംഘാടകൻ കൂടിയാണല്ലോ. മറ്റേ ബഹുമാനപ്പെട്ട PN അലക്സാണ്ടർച്ചനെ മറക്കാനൊക്കത്തില്ല. 45 വർഷമായി ഞാനും അച്ഛനുമായുള്ള ബന്ധം. അച്ഛൻ മാരാമണ്ട് പള്ളിയുടെ വികാരിയായിരുന്നു. തീത്തോസ് ശ്രീവിനിയെ പിന്നാണ് പരിചയപ്പെട്ടത്. അച്ഛനും ആ തീത്തോസ് ശ്രീവിനി കുടുംബം സഹോദരങ്ങളെല്ലാം എനിക്ക് വലിയ ബന്ധമാണ്. ഇവിടേക്ക് അനവധി അച്ഛന്മാർ സുവിശേഷകർ ഒക്കെ നല്ല ബന്ധങ്ങളുണ്ട്. എല്ലാവർക്കായി സ്തോത്രം. നല്ല പാട്ടുപാടിയ കോയരങ്ങളെ ഓർ ദൈവത്തെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളാരും സ്തോത്രം പറയത്തില്ലേ? അയ്യോ, എൻ്റെ പ്രിയങ്കരായ അച്ഛന്മാരെയോട് വളരെ ബന്ധങ്ങൾ. ഞാനിപ്പം കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൽ പ്രസംഗിച്ചിട്ട് തിരുമേനി എന്നെ പ്രത്യേകിച്ച് 4:30 വിട്ടു പൊക്കോ അടൂരിൽ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കാൻ പറഞ്ഞു. കോട്ടയം കൊച്ചി ഭദ്രാസന അധിപനായ തീമത്തിയോസ് തിരുമേനി പ്രത്യേകിച്ച് അടൂരെ ബിഷപ്പിനെയും അച്ഛന്മാരെയും ജനങ്ങളോട് പ്രത്യേകമായ തിരുമേനിയുടെ സന്തോഷം അറിയിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ മക്കളെ ഇവിടെ നല്ല സംഘാടകർ, നല്ല ബിനു, അഡ്വക്കേറ്റ് ബിനു, ട്രഷറല്ലേ ബിനു, ബിനു ഇവിടെ എനിക്കിങ്ങനെ ഒത്തിരി ബന്ധങ്ങളും പരിചയങ്ങളും. ഞാൻ നോക്കി ഇവിടെ പന്തൽ എൻ്റെ കൂടെ സ്മോൾ അടിച്ച കക്ഷി കൊണ്ടുവന്ന് ഇല്ല. ഉണ്ടെങ്കിലും തിരുമേനുള്ളതുകൊണ്ട് പറയാനൊക്കത്തില്ലല്ലോ. അപ്പം തിരുമേനിയുടെ വാക്കുകൾ വളരെ കേട്ടല്ലോ. ദൈവ വചനം മാനസാന്തരപ്പെടുക. കഴിഞ്ഞ 2 രാത്രിയിൽ അതിശക്തമായ പ്രഭാഷണങ്ങൾ മോത്തിയച്ഛനും മാത്യു ജോണച്ചനും പറഞ്ഞു. മലങ്കര സഭയുടെ കൺവെൻഷൻ യോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്, ഇത് 42ാമത്തെ കൺവെൻഷനാണല്ലോ. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഈ പന്തലിൽ കയറിയപ്പോൾ ഓർത്ത്, കർത്താവേ, ഇവിടെ രോഗികൾ കാലുകുത്തുന്ന സൗഖ്യം ഉണ്ടാകണം, പാപമോചനമുണ്ടാകണം. അടൂരിൻ്റെ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പിതാക്കന്മാർ മേടിച്ച ഈ സ്ഥലത്ത് ഇത്ര മനോഹരമായ പന്തലിട്ട് പല മേഖലയെ ആയിരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിങ്ങിനെ ദൈവം വാഴ്ത്തട്ടെ. ഞാൻ 1-2 വാക്കുകൾ പറയട്ടെ. എന്തിനാ ഈ കൺവെൻഷൻ? ഞാൻ കൊട്ടാരക്കര കൺവെൻഷന് ഈ മാസം പ്രസംഗിക്കാൻ വരുന്നുണ്ട്, വരണമേ. അപ്പോൾ ഇങ്ങനെ പല മേഖലയെ ഞാനും അച്ഛന്മാരുമായിട്ടൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സഭയുമായി വളരെ ഡിസിപ്ലിൻ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്. അതാ എൻ്റെ ക്വാളിറ്റി, അതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സഭ എന്നാണ് ഈ കൺവെൻഷൻ ആരംഭിച്ച? 1836 മലങ്കര സഭയിൽ നിന്ന് മാർത്തോമാ സഭ രൂപം കൊണ്ടു. ചില ആചാര അനുഷ്ഠാന നേർച്ച പാരമ്പര്യങ്ങൾ ഒക്കെ വിട്ടുകളഞ്ഞു, വിവരിക്കുന്നില്ല. അപ്പം നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവത്തെ അറിയുവാൻ, ദൈവവചനം പഠിക്കുവാൻ നമ്മുടെ വൈദികന്മാർ വളരെയധികമായ താല്പര്യത്തോടെ ഭൂമിയിൽ ആദ്യമായ മാരാമണ്ട പള്ളിയിലാണ് മാർത്തോമാ സഭയിലെ ആദ്യത്തെ കൺവെൻഷൻ യോഗം നടന്ന. പണപ്പിരിവിന് വേണ്ടിയല്ല, സംഘടനയുടെ വകുപ്പിന് വേണ്ടിയല്ല. ദൈവ വചനം മാനസാന്തരപ്പെടുക, ക്രൂശിനെ ധ്യാനിക്കുക, രോഗസൗഖ്യമുണ്ടാകുക. മാരാമണ്ണ പള്ളിയിൽ 10 ദിവസത്തെ കൺവെൻഷനാണ്. ദൈവത്തെ അറിയുന്ന അനുഭവമായിരുന്നു. പള്ളിയും ചുറ്റുപാടും നിറഞ്ഞുകൊണ്ട് അടുത്ത പമ്പ നദിയുടെ തീരത്ത് പരപ്പുഴ കടവെന്ന് പറയും. മാരാമണ്ണ് മഹായോഗം നടക്കുന്നതിന് താഴത്തെ കടവാണല്ലോ.
അവിടെ പിന്നെ യോഗം നടന്നു. അങ്ങനെയാണ് നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾ ആരംഭിച്ചത്. ദൈവത്തെ അറിയുക, ദൈവവചനം അറിയുക. ഈ വർഷത്തെ തിരുമേനിയോട് ചേർന്നുള്ള പ്രാർത്ഥനയോടുള്ളതായ ഈ കൺവെൻഷൻ ഞായറാഴ്ച കുർബാനോട് സമാപന മീറ്റിംഗ് കഴിയുമ്പോൾ മറക്കാനാവാത്ത ഒരാത്മ ചൈതന്യമുളവാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഏറ്റവും പ്രിയങ്കനായ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സഭയുമായി ഇവിടെ എൻ്റെ സ്നേഹിതന്മാർ, സഹോദരങ്ങൾ, എൻ്റെ പിതാവിന് തുല്യമായ PN അലക്സാണ്ടച്ചനെ സ്നേഹിക്കുന്ന അത്ര ബന്ധു സ്നേഹവും കൂട്ടായ്മയുണ്ട്. അച്ഛനൊന്ന് വിളിക്കാൻ തിരക്കായി ഈ ദിവസങ്ങളിൽ ആയിട്ടാണ് വിളിച്ചതിന് ഞാൻ അച്ഛൻ്റെ സാന്നിധ്യം, മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ എല്ലാവർക്കായി സ്തോത്രം ചെയ്ത്, എല്ലാവരും കരമുയർത്തി സ്തോത്രം ചെയ്യുക. കരമുയർത്തി നാവ് കൊണ്ട് സ്തോത്രം ചെയ്യുക. ഈ പന്തലിൽ മേൽ ഒരു ആത്മീയ അനുഗ്രഹം പകരട്ടെ. യേശുവിൻ്റെ നാമം വിജയമെടുക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. അത് സാഗരൻ പറഞ്ഞ ബ്രദറിനോട് ഞാൻ പറഞ്ഞുമില്ല, എന്നോട് ചോദിച്ചുമില്ല. എൻ്റെ ഭാര്യയുടെ പേര് വത്സമ്മ എന്നാണ്. ഒന്ന് എഴുതേറ്റേ. വത്സമ്മ ഇന്ന് വന്നതുകൊണ്ട് ഒരു പ്രയാസമേ ഉള്ളൂ. എൻ്റെ പഴയ കാര്യമൊക്കെ അധികം പറയാനൊക്കത്തില്ല, പറഞ്ഞാൽ ഇട്ടേച്ച് പോവച്ചാ. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പുതുക്കത്തിൻ്റെ ശൈലിക്ക് മാറ്റം തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രിയിൽ പന്തലിരിക്കുന്നവരെ, പുറത്ത് കേൾക്കുന്നവരെ, ജാതി മത സഭ വ്യത്യാസമില്ലാതെ അടൂർ പന്തരാസനത്തിൻ്റെ കൺവെൻഷൻ്റെ 3-ാം രാത്രിയിൽ ഒറ്റ മെസ്സേജേ ഉള്ളൂ: മാനസാന്തരപ്പെടുക, ദൈവത്തിലേക്ക് തിരിയുക. ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാനിങ്ങനെ ചലിച്ചും കൈയടിച്ചു പാട്ടുപാടി ലോകത്തിൽ ഏത് പള്ളിയിൽ പോയാലും, കുർബാന മധ്യയിലാണേലും, യെരുശലേം പള്ളി കോട്ടയം മുതൽ ഒരു പാട്ടൊക്കെ പാടി നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവ മിഷൻ, നമ്മുടെ സേവിക സംഘം, നമ്മുടെ പ്രാർത്ഥനാ കൂട്ട, നമ്മുടെ ഇടവക സജീവമായി സഭയിൽ അനുഗ്രഹമായി ഞാൻ വളരെ നാളുകൾ പ്രാർത്ഥിച്ചാണ് ഈ യോഗത്തിന് വേണ്ടി. നമ്മുടെ തിരുമേനി അച്ഛന്മാർ ജനങ്ങൾ സംഘടിപ്പിച്ച മീറ്റിംഗ് ഒരു വൃഥാവല്ല. ഇതിന്മേൽ മഞ്ഞും മഴ അയക്കാൻ ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ. മാർത്തോമാ സഭ പോയി എന്നൊക്കെ ചിലർ പറയും. എവിടെ പോയെന്നാ? ഞാൻ 2025 ഡിസംബർ 31 രാത്രിയിൽ പ്രസംഗിക്കാൻ പോയ പള്ളിയിലെ അച്ഛൻ 8:30 മണിക്ക് ചോദിച്ചാൽ വരണമെന്ന് പറഞ്ഞു. 9 മണി മുതൽ പ്രസംഗിക്കണം. അച്ഛൻ, ഞാൻ ഓർത്തു അച്ഛാ ജനമൊക്കെ അന്ന് വരുമോ എന്നൊക്കെ ചിന്തിച്ചു. 8:15 മണിക്ക് ഞാൻ ആ പള്ളിയിൽ ചെന്നു. 8:30 മണിയായപ്പോൾ ആ പള്ളി വലിയ പള്ളി ആയതുകൊണ്ട് 1000 പേരോളം കോഴഞ്ചേരി പള്ളി നിറഞ്ഞു. 7 വൈദികന്മാർ എബ്രഹാം തോമസ് അച്ഛൻ എഴുന്നേറ്റ് ആരാധിപ്പിക്കുവാണ്. അച്ഛന്മാർ ചേർന്ന് കൈകളടിച്ച് ഇവിടുത്തെ പോലെ പാടി ആരാധിച്ചു. ഞാൻ 9:15 മണിക്ക് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ അച്ഛൻ സോറി പറഞ്ഞു. പള്ളിയുടെ മുറ്റം മുഴുക്ക ജനങ്ങളാണ്. ചെയർ എടുത്തുകൊണ്ട് വന്നു പാരീസ് ഹോളിൽ നിന്ന്. ഇത്രയൊരു വലിയ ജനസമൂഹം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കോഴഞ്ചേരി ഇടവകലെ ജനങ്ങൾ, കുഞ്ഞുങ്ങൾ, 500 യുവക്കന്മാർ കുർബാന കൊണ്ട്. അവരൊക്കെ വെളിയിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ അവധിക്ക് വന്നതാണ്. ഒരു മറക്കാനാവാത്ത എൻ്റെ 50 വർഷത്തെ ആത്മീയ അനുഭവത്തിൽ ഇതുപോലെ എൻ്റെ ജീവിതം അർപ്പിക്കുവാൻ, ഇതുപോലൊരു ആത്മീയ വിരുന്ന് കാണുവാൻ, സ്തോത്രം ചെയ്യാൻ, എന്നെ തന്നെ സമർപ്പിക്കാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവമക്കളെ, ഞാനിങ്ങനെ സുവിശേഷ വേലയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരു വാക്ക് ഇടയ്ക്ക് പറയാം. ഇങ്ങനെ ദൈവം എന്നെ വിളിച്ചതെന്നല്ലാതെ എൻ്റെ അപ്പനും അമ്മയും വല്യപ്പനുമൊക്കെ വലിയ ഭക്തന്മാരാണ്. PN അലക്സാണ്ടച്ചൻ, ഞാൻ മാരാമണ്ണ് പള്ളിക്കാരനായിരുന്നു. ഇപ്പോഴാ പുല്ലയുടെ ആനമല പള്ളിയൊക്കെ ആയത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ മദ്യപാനികളോ റൗഡികളോ ഗുണ്ടകളോ ഒന്നുമില്ല. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ വഴിതെറ്റിപ്പോയി. സമയമുണ്ടേ പറയാം. അത്ഭുതകരമായി എന്നെ ദൈവം സന്ദർശിച്ചു. മൊബൈലുണ്ടേ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെ സൈലൻ്റ് ഇടുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനങ്ങിയ ഞാൻ പറയും, യാതൊരു മയവുമില്ല. ഞാൻ ഈ ഭദ്രാസന കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോയാൽ പണം മേടിക്കുകയില്ല. തിരുമേനി ക്ഷമിക്കണേ. തിരുമേനി ചിരിച്ചത് എന്തുകൊണ്ടാണ്? വേണ്ടാന്ന് വെച്ചോണ്ടാന്നോ?
ഞാനിങ്ങനെ പണത്തിന് എന്നെ മാണിയച്ഛനാ പഠിപ്പിച്ചതാ. ജോയി കോട്ടയം, മാവേലിക്കരയും ആലപ്പുഴയും കോഴഞ്ചേരിയിലുമൊക്കെ വികാരിയായിരുന്ന പ്രഗത്ഭനായ MC മാണിയച്ഛൻ പഠിപ്പിച്ചു, ജോയി നീ പണത്തിനാ ജീവിക്കരുത്, ദൈവത്തിനാ ജീവിക്കണം. ആ കാര്യം എന്നെ പഠിപ്പിച്ച് വളർത്തിയ മാത്തനച്ഛനും മാണിയച്ഛനും തീമോഥെയോസ് പിതാവ് ജോർജ് അച്ഛനുമൊക്കെ പഠിപ്പിച്ച് വളർന്നു വന്നൊരു പ്രത്യേക രീതിയായ പണം ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഭദ്രാസനത്തിനൊക്കെ പോയ സാധാരണ ഒക്കെ പണമൊക്കെ മേടിക്കും, പക്ഷേ അങ്ങനെ മേടിക്കാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികൾ പേടിക്കേണ്ട, പണമൊക്കെ ആവശ്യമാണെങ്കിൽ ദൈവം നമുക്ക് തരും. ഞാൻ നിങ്ങളോട് ഒറ്റ വാക്ക് പറയാം, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ നിനക്ക് കലവറ കൂടാതെ ദൈവം തരൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ല, അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവമക്കളെ, ദൈവജനങ്ങളെ, ഇന്ന് രാത്രി നമ്മൾ വായിച്ചതായ ആ ധ്യാനത്തിലേക്ക് വരട്ടെ. എന്നെ ക്ഷണിച്ച തിരുമേനിയോടും എല്ലാ പട്ടക്കാരോടും ഇതിൻ്റെ എല്ലാ സംഘാടകരോടും എല്ലാ ചുമതലക്കാരോടും ദൈവം നിങ്ങൾക്കെല്ലാവർക്കും പ്രതിഫലം തരട്ടെ. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഒരു ചരണ പാട്ട് പാടി വെച്ച് ദൂതിലേക്ക് കടക്കാം. കൈയൊന്നും അടിക്കാതെ പാടാം. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളൂ വൻകേരയിൽ എൻ സഹായം വാനമ്പുമീ അഖിലം വാഴോ യഹോവായ് ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരോ തൂങ്ങുന്നില്ല യഹോവായൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളൂ. ആരേലും ആ വേദഭാഗം ഒന്ന് വായിച്ചു തന്നാൽ നല്ലതായിരിക്കും. ഇല്ലേ ഞാൻ കാണാപ്പാടം പറയും. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോനാച്ചനാണോ? വായിച്ചു. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ കേട്ട് അവിടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം നൽകും. നമ്മുടെ തിരുമേനി പറഞ്ഞ വാക്കുകളോട് ചേർന്നാണല്ലോ മാനസാന്തരവും സൗഖ്യവും. പലതരമായ രോഗങ്ങൾ പെരുകി പന്തലിക്കുന്ന കാലഘട്ടം. പനി തന്നെ എത്രയോ പേരുകൾ അറിയപ്പെടുന്ന പനിയുണ്ട്. കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ വിവരിക്കുന്നില്ല. പനി, ക്യാൻസർ മാത്രമല്ല, എത്രയോ രോഗങ്ങൾ, അറിയാത്ത കേട്ടുകേഴ്വില്ലാത്ത രോഗങ്ങൾ പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടം. പലതരത്തിലാണല്ലേ രോഗം. മദ്യപാനം ഒരു രോഗമാണ്. മദ്യപാനികളായിരുന്നു നമ്മുടെ പള്ളിയിലെ കമ്മിറ്റി കയറുന്നതാണ് തിരുമേനി പറഞ്ഞത്. പള്ളിയിലല്ലേ, നോമിനേഷൻ ബോർഡിൽ കയറും. ബിഷപ്പിനെ വാഴിക്കുന്ന കമ്മിറ്റിയിൽ നമ്മുടെ അച്ഛൻ ഇപ്പടാ സൂചിച്ചതാ മദ്യപാനികൾ. അപ്പം മക്കളെ, നീ ഇടയ്ക്കിടയ്ക്ക് പോയ എൻ്റെ ഈ പ്രസംഗത്തിൽ കുറിപ്പൊന്നുമില്ല, അശ്രദ്ധ ഉണ്ടാകുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ മദ്യപാനം ഒരു രോഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മോഷണത്തിൻ്റെ പ്രതി, പേര് പറയുന്നില്ല, പരസ്യമായി ലൈവായി കാണുമല്ലോ, നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരനാണല്ലോ. ജഡ്ജി പറഞ്ഞു, ഈ മാന്യനായ മനുഷ്യന് നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്, ഈ ഏത് വീടും പൊളിക്കാൻ കഴിവുള്ള ഉന്നതനായ ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, ഈ മനുഷ്യന് ഈ ചെയ്യുന്നൊരു രോഗമാണെന്ന് പറഞ്ഞു. പലതരമായ രോഗങ്ങളുണ്ട്. അധികാരത്തിൻ്റെ ഉച്ചകോടി എത്തുന്ന യുദ്ധത്തിലേക്ക് നീങ്ങും, അതൊരു രോഗമാണ്. പലതരമായ രോഗങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി, 3-ാമത്തെ രാത്രി, നമ്മുടെ ധ്യാനം ദേശത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്ന പലതരമായ രോഗങ്ങൾക്കും ശാന്തി സമാധാനമില്ലാത്ത ഈ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ ദൈവജനങ്ങളുടെ ഒന്നിച്ചുള്ള ഒരു ആരാധനയിൽ ദൈവം ജനത്തിന് മേൽ ഒരു സൗഖ്യത്തിന് അനുഭവം പകരാൻ ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. സൗഖ്യം നടക്കണമെങ്കിൽ നമ്മൾ 4 കാര്യം ചെയ്യണം. നമ്മൾ 4 കാര്യം ചെയ്യുമ്പോൾ ദൈവം 3 കാര്യം ചെയ്യും. ഒന്നുകൂടെ വായിച്ച വാക്യം.
സ്പെഷ്യൽ കാറ്റഗറി. എൻ്റെ നാമം വിളിക്കപ്പെട്ട കൊടിസുനിയല്ല, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം മതി. ഒരു വേർതിരിപ്പിക്കട്ട അനുഭവം. 4 സങ്കീർത്തന 3 വാക്യമുണ്ട്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചു. ഒരു വേർപെട്ട സൺഡേ സ്കൂളിൽ വെച്ച, വിശുദ്ധ കുർബാനയിൽ വെച്ച, കൺവെൻഷൻ യോഗത്തിൽ വെച്ച അല്ല, ദൈവ ശബ്ദം നേരിട്ട് കേട്ട ഒരു വേർപെട്ട ജീവിതം. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം അവർ ചെയ്യണം 4 കാര്യങ്ങൾ. വായിച്ചു വായിക്കുക. 1, തങ്ങളെ തന്നെ താഴ്ത്തുക. വായിക്കുക. 2, പ്രാർത്ഥിക്കുക. ദൈവമുഖം അന്വേഷിക്കുക. തങ്ങളുടെ ദുർമാർഗം വിട്ട് തിരിയുക. അടൂർ ഭദ്രാസന കൺവെൻഷനിലെ 3-ാം രാത്രിയിൽ ദൈവ ജനത്തിന് അനുഗ്രഹം പകരണമെങ്കിൽ ദൈവമക്കൾ, വിശ്വാസികൾ, വിശുദ്ധ കുർബാന കൊള്ളുന്ന ഞാനും നിങ്ങളും എന്ത് തങ്ങളെ തന്നെ താഴ്ത്തണം. ദൈവസന്നിധിയിൽ ഒരു വിനയമായ ജീവിതം. യേശു കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരണം. കുറയുന്നവനെ ദൈവം വളർത്തുകൊള്ളൂ. ഇസ്രായേലിൻ്റെ മധുരഗായകനായ മഹാരാജാവ് ഒരിക്കൽ പ്രഖ്യാപിച്ചു, സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എന്നാൽ ദൈവം എന്നെ ഓർത്തു. മലങ്കര മാർത്തോമാ സഭയുടെ ചരിത്രം നമ്മുടെ തലമുറകൾക്ക് ഈ കാലഘട്ടത്തിൽ പണത്തിൻ്റെ കൊഴുപ്പിൽ അധികാര മേഖലയിൽ പഴയ കാലമൊക്കെ അറിയില്ല. റോയൽ കോർട്ടുടെ വിധിപ്രകാരം ഒന്നുമില്ലാത്ത മാർത്തോമാ സഭ ഒരു നല്ല പള്ളി വെക്കാൻ PN അലക്സാണ്ടർ അച്ഛനായപ്പോൾ എനിക്ക് തോന്നുക 300 രൂപ ശമ്പളമില്ല. ഉണ്ടോ? 300 രൂപ ശമ്പളമില്ല. വളരെ ഞെരുക്കവും ഭാരവും. നമ്മുടെ മാതാപിതാക്കൾക്ക് ദിറംസോ, ദിനാറോ, ഡോളറോ മറ്റ് ഭൗതികമായൊന്നുമില്ല. പിടിയേരി കൊണ്ട് കഷ്ടപ്പെട്ട കൃഷിക്കാരായ മാതാപിതാക്കൾ കർത്താവിനെ മാനിച്ചവരാ. ഹല്ലേലൂയ! അങ്ങനെയാണ് സഭയുടെ വളർച്ച. ദൈവം ഉയർത്തി. നമുക്ക് പള്ളികളൊക്കെ വളരെ നല്ല നല്ല ഭദ്രാസനം. ഞാനിവിടെ തിമോത്തിയോസ് തിരുമേനിയുള്ളപ്പോൾ, ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയുള്ളപ്പോഴാണ് ഇവിടെ അടൂരൊക്കെ ക്യാമ്പിനൊക്കെ പണ്ടേ ഇവിടെ അടൂർ വരും. വലിയൊരു കുന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ സഭയിലൊക്കെ വളരെ ഉയർന്ന മേഖലയ്ക്ക് ദൈവം ഉയർത്തി, ആദരിച്ചു, മാനിച്ചു. ഇപ്പോൾ നമുക്ക് വലിയ പള്ളി, ലോകത്തിലെ ഏറ്റവും ജനങ്ങൾ ഇരിക്കുന്ന പള്ളി അമേരിക്ക ജോർജിയ സ്റ്റേറ്റിൽ അറ്റ്ലാന്റ മാർത്തോമാ പള്ളി. തിരുമേനി പോയായിരുന്നു അവിടെ? പോണേ. തിരുമേനി റെഡിയാക്കുന്നത് കാണാമെന്ന് ചോദിച്ചാൽ തിരുമേനിയുടെ കുർബാന ഒരു അനുഗ്രഹമായിട്ട് 2500 പേർക്ക് ഇരിക്കാം. ഞാനിവിടെ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മലങ്കര സഭ ഒന്നുമില്ലായ്മയിൽ ദൈവം ഉയർത്തിയതാണ്. നമുക്കൊരു നല്ല സൈക്കിൾ മേടിക്കാൻ, ഒരു കാറ് മേടിക്കാൻ, ഒരു നല്ല വീട് മേടിക്കാൻ, ഒരു വീടുണ്ടാക്കുവാൻ. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് നോക്കി ഊട്ടിപ്പടിച്ച ലക്ഷണമാണല്ലോ. ഒന്നുമില്ലെന്ന് ആദ്യത്തെ മെത്രാപ്പോലത്തെ താമസിച്ച മാരാമണ്ഡ് പള്ളിയുടെ മേടയിലാണ്. അലക്സാണ്ടറിനോട് ചോദിക്കണം, എന്നേക്കാൾ അറിവുണ്ട്. കൊടുങ്കാറ്റിൽ മാരാമണ്ഡ് പള്ളിയുടെ സൈഡിലെ മുറികളെ ഇളകി തിരുമേനി പാലക്കുന്നത്തെ വീട്ടിൽ മൽപ്പാനച്ചൻ്റെ വീട്ടിലാണ് താമസിച്ചത്. മൽപ്പാനച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മോനെ ആദ്യത്തെ മെത്രാപ്പോലത്തെ മാർത്തോമാ സഭയിലെ 2 വർഷം കഴിഞ്ഞപ്പോൾ തിരുമേനി ദൈവസ്ഥലിലേക്ക് ചേർക്കപ്പെട്ടു. തിരുമേനി ആംബുലൻസിൽ കൊണ്ടുപോകാൻ മാരാമണ്ഡ് പള്ളിയിലോട്ട്, മാരാമണ്ഡ് മഹായോഗം നടക്കുന്ന സ്ഥലത്തൂടെ വള്ളത്തിൽ കയറ്റി മാരാമണ്ഡ് പള്ളി അടുത്ത പരപ്പുഴക്കടവിൽ കൊണ്ടിറക്കി. ബോഡി മാരാമണ്ഡ് പള്ളിയിൽ കൊണ്ടടക്കി. മാർത്തോമാ സഭയുടെ ആദ്യത്തെ 2 ബിഷപ്പുമാരെ അങ്ങനെയാണ് മാരാമണ്ഡ് പള്ളിയിൽ അടക്കിയിരിക്കുന്നത്. മറ്റേ എല്ലാവരും തിരുവല്ലയിലാണല്ലോ. ഞാൻ ഇന്ന് രാത്രി അച്ഛന്മാരെ, സുവിശേഷകരെ, ദൈവമക്കളെ, ദൈവജനങ്ങളെ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനായ ദൈവം സ്തോത്രം. ഹല്ലേലൂയ! നമ്മൾ ചോദിച്ചതിലപ്പുറമായി ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയൊരു സ്ഥലമൊക്കെ ദൈവം നൽകി. ഒരു ശരണപ്പാട്ട് കൈയടിക്കാതെ പാടിക്കേ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ സൃഷ്ടിച്ചു, നിത്യമഹാ സ്നേഹിച്ച നിന്നെ പുത്രനെ നിന്മഹ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിന്മഹ
കൃപയ്ക്കായി നിന്നെ തങ്ങളെ തന്നെ താഴ്ത്തുക. ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമ്മ ഭർത്താവിനെ വിളിക്കണം, അച്ചാച്ചാ എന്തോ സ്തോത്രം. ഒറ്റ സ്ത്രീ സ്തോത്രം പറഞ്ഞില്ല. താഴ്മ. ഒറ്റ സ്ത്രീകളും അടൂരെ വന്ന സ്ത്രീകളോട് പറയട്ടെ, ഭർത്താക്കന്മാരെ ഭരിക്കരുത് കേട്ടോന്ന്. അടിക്കുന്ന കക്ഷിയാണ് ചിരിച്ചത്. ഒരു പുരുഷനും ഭാര്യയെ അടിച്ചേക്കരുത്. ഞാൻ ഈ അരമേൽ പൗലോസിന് വേണ്ടി ഉള്ളപ്പോൾ പല ദിവസം വരുമായിരുന്നു, പല വിഷയത്തിന് കിടക്കുന്നില്ല. ദൈവമക്കളെ, വിശ്വാസികളെ, താഴ്മയുടെ അനുഭവം, തലക്കനമോ മസൽ ഇവിടുത്തെ ഒന്നും വേണ്ട. ഞാൻ മാരാമണ്ണ മാടോലി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരു ഗുണ്ടയായി ജീവിച്ചാണ്. 2 സൈഡിൽ കടാരിയുമായി അടിപിടി, പുല്ലാട്, കുമ്മനാട്, കോഴഞ്ചേരി, മാരാമണ്ണ മേഖലയിൽ 100 കണക്കിന് പാപം ചെയ്ത് ജീവിച്ച 107 കിലോ വെയിറ്റ് ഉള്ളപ്പോൾ യേശുവിലേക്ക് മടങ്ങി വന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ട അച്ഛന്മാർ പറഞ്ഞ ആ ഉപദേശം കേട്ട് ദൈവകൃപയിൽ ജീവിക്കാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഒരു മാറ്റം, ഒരു താഴ്മയുടെ അനുഭവം. മക്കളെ പറഞ്ഞു കേട്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മിടുക്കരായ നല്ല കുട്ടികൾ അല്ല മക്കളെ? എനിക്ക് ഈ കുട്ടികളോട്, എനിക്ക് 2 പിള്ളേരുണ്ട്, ഇവരെ കല്യാണമൊക്കെ കഴിച്ചു, പ്രായമുള്ളവരൊക്കെ. ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, ഞാൻ ഏറ്റവും കൂടുതൽ ഗോവ ബീച്ചിലൊക്കെ പോയി പിള്ളേരെ പിടിച്ചുകൊണ്ട് വരുന്നതാണ്. ഇപ്പം ലൈവായി കാണുവാണല്ലോ, ആ പിടിച്ചോനും ഇത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ. ഒത്തിരി കുട്ടികളുമായിട്ട് എനിക്ക് പരിചയം, ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്. എന്തൊരു അറിവാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്. വിവരമില്ലെന്നേ ഉള്ളൂ. പോകരുത്, പിന്നെ പറയാൻ പോവാ. അപ്പോൾ എന്നാൽ ദൈവത്തിന് മക്കളെ, വിശ്വാസികളെ, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുക. നമ്മുടെ ഒന്നുമില്ലായ്മയിൽ, ഞാൻ സൈറസ് സാറിൻ്റെ കൂടെ വടാട്ടുപാറയിൽ കോതമംഗലത്തെ ആ ഗ്രാമത്തിൽ, ആ വിജനമായ മേഖലയിൽ ഇന്നും എനിക്ക് പ്രായമൊക്കെ ഉണ്ടെങ്കിലും ഇന്ന പള്ളിയെന്നോ ഇന്ന സ്ഥലമെന്നോ ഇന്ന ഭക്ഷണമെന്നോ ഒരു നിർബന്ധമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നമ്മെ വീണ്ടെടുത്ത കർത്താവിൻ്റെ മുൻപിൽ നാം ഒന്നുമില്ല. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരമൊന്നും ദൈവം ചെയ്ത ദൈവത്തിൻ്റെ മക്കൾ. ഇന്ന് രാത്രി ഒരു വിനീയമായ അനുഭവം. പള്ളിയിലോ വീട്ടിലോ ഒന്നും വഴക്കിനോ സ്ഥാനമില്ല. സ്നേഹത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ താഴ്മയുടെ അനുഭവത്തിലേക്ക്, ക്രൂസിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൽ നാം എല്ലാം ഒന്നായി കാണുവാൻ സാധിക്കും. ഞാൻ മുൻപോട്ട് പോട്ടെ, പ്രധാന വിഷയത്തിലേക്ക് വരട്ടുള്ള ദൈവസന്നിധി താഴ്ത്തുക. 2 വായിച്ചെന്ത ഓർമ്മയുണ്ടല്ലോ, പ്രാർത്ഥിക്കുക. ഒരു വിശ്വാസിയുടെ ശക്തി അവരുടെ രഹസ്യ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഉണ്ടോ മക്കളെ? ഒരു മോള് കണ്ണടച്ച് എന്താണെന്നറിയത്തില്ല, പ്രാർത്ഥനയുണ്ടോ എന്ന്. ഉണ്ടോ തന്നെ കമ്മിറ്റിക്കാർ? ബിനു, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടോടെ? അല്ലേ രാജിവെക്കാൻ ഞാൻ പറയും. അതൊക്കെ വേറെ. ഇന്ന് രാത്രി അടൂര വിശ്വാസികളെ, നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയുണ്ടോ? പപ്പയും മമ്മിയും കുഞ്ഞുങ്ങളുമായി ഒന്നിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഭവനത്തെ ദൈവം കൈവിടുകയില്ല. എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞതാണ്. 2 മാസം പ്രസംഗിച്ചില്ല, ശബ്ദം പോയി. ഇവിടെ വിൽസൻ, ഇവിടെ യോനാച്ചനും, ഇവിടെ അനേക അച്ഛന്മാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ബുള്ളറ്റിലാണ് വന്നുകൊണ്ടിരുന്നത്, ഇവിടെ ബൈക്കേൽ അനേക നാളുകളായി. പക്ഷേ എൻ്റെ ശബ്ദമെല്ലാം പോയി. ഇന്ന് രാത്രിയിൽ രോഗമായി ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചു പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് പറയാൻ പോവുകയാണ്. ഞാൻ ആ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ട് മെഡിക്കൽ കോളേജ് പോയി, വെല്ലൂരിൽ പോയി. സഭാ സെക്രട്ടറി PJ ഫിലിപ്പച്ചൻ, എൻ്റെ ഫസ്റ്റ് കസിൻ ഉണ്ടല്ലോ, അച്ഛനെ എന്നെ വെല്ലൂർ കൊണ്ടുപോയത്. എല്ലാ പ്രതീക്ഷ മങ്ങി കിംസ് ഹോസ്പിറ്റൽ ഓക്കൽക്കോടിനൊരു മേജർ സർജറി നടന്നു. സീനിയറായ MO ഉമ്മനച്ചന ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ, പള്ളിയിൽ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പുല്ലാട് ആനവല പള്ളിയിൽ വന്നു. അച്ഛൻ, അന്നത്തെ വികാരി അച്ഛൻ ഓർത്ത്, ജോയി പുല്ലാട് ഒരിക്കലും ഇനി പ്രസംഗിക്കില്ലല്ലോ, ശബ്ദമെല്ലാം പോയല്ലോ. അച്ഛൻ ആ കൃപാന മധ്യയിൽ പ്രസംഗിക്കുമ്പോൾ വലിയ ഭാരമുണ്ടായി. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കുക സമയത്ത് എന്നെ വിളിച്ചു മുൻപോട്ട്. ആ കൃപാന മധ്യയിൽ ഞാൻ ഇറങ്ങി അവിടെ ചെന്നു. മധുവടം മുന്നിലോട് പറഞ്ഞു, എന്നോട് അച്ഛന്മാർക്ക്, ഞാൻ പള്ളിയുടെ വൈസ് പ്രസിഡന്റ്, മണ്ഡലം പല പള്ളിയുമായി ബന്ധമുള്ള ഒരാളാണ്. അച്ഛന്മാരോട് ഞാൻ വളരെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അച്ഛന് നമ്മുടെ തിരുമേനിയുടെ പെങ്ങളും എൻ്റെ പള്ളിയിൽപ്പെട്ട മെമ്പറാണ്. ഞാൻ മുട്ടുകുത്തി. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു,
ഞാനൊന്ന് പ്രാർത്ഥിക്കുവാണ്, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ചു. എൻ്റെ തലയിലോട്ട് പ്രിയപ്പെട്ട അച്ഛൻ കരം വെച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മക്കളെ, അടൂരെ വിശ്വാസികളെ, ഈ ഓൺലൈനിൽ കാണുന്ന കേൾക്കുന്നവരെ, അന്ന് ആ വിശുദ്ധ കുർബാനയിൽ ആ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം നൽകിയ അറുക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഓക്കൽ കോടിന്മേൽ ഒരു അത്ഭുത സൗഖ്യം നടന്നു. ഹല്ലേലൂയ. അടുത്ത ബയോപ്സിയിൽ എനിക്ക് ക്യാൻസർ അല്ല, പോളിപ്പൊന്ന് രോഗം മാറി. ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഈ പന്തലിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നിന്റെ ഹാർട്ടിന്മേൽ, നിന്റെ നാഡീ നരമ്പുകളുടെ മേൽ, നിന്റെ രോഗബന്ധനത്തിന്മേൽ, നിന്റെ പൈശാചിക ബന്ധനത്തിന്മേൽ, നിന്റെ അന്ധകാര ശക്തിയുടെ മേൽ യേശുവിനെ കരം നീട്ടാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ഉറപ്പുള്ള ദൈവമകൾ കരങ്ങളടിച്ച് സ്തോത്രം ചെയ്യുക. ഈ പന്തലിൽ ഒരു വിടുതൽ. ഹല്ലേലൂയ. ഈ പന്തലിൽ രോഗബന്ധനങ്ങൾ മാറുന്നതായ മനസ്സാ യേശുവിന്റെ നാമം മതിയായതാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ഞാനിതൊന്നും പറയാൻ വന്നല്ല. ആ അച്ഛൻ്റെ പ്രാർത്ഥന എനിക്ക് ശബ്ദമൊക്കെ പിന്നെ ഇരട്ടിയായി നൽകി. ഇന്ന് രാത്രിയിൽ വന്നതിനേക്കാളും മടങ്ങുമ്പോൾ നമ്മുടെ നാഡീ നരമ്പുകൾക്ക് ഒരു തേജസ്, ഓജസ് തരാൻ യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ അവർ കഴുകന്മാരെ പോലെ ചിറകടിക്കും. ഒടിഞ്ഞുകുത്തിയും ഇങ്ങനെ പേടിച്ചും ക്ഷീണിച്ചും ഒന്നും വേണ്ട. ധീരമായി, അനുഗ്രഹമായി, ശക്തിയോട് ദൈവത്തിൻ്റെ മക്കളെ നമ്മെ നടത്താം. നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥന എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടിയ? ദാനിയേൽ പതിവ് മുടക്കാതെ പ്രാർത്ഥിച്ചു എന്നാ വായിക്കുന്ന. ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്നെ സ്നേഹിതന്മാർക്ക് വേണ്ടി. നമുക്ക് ജാതിയോ മതമോ സഭയോ ഒന്നുമില്ല. ഞാൻ മോദിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിണറായിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ചെന്നിത്തലയ്ക്കും സതീശന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ UDF അല്ല, LDF അല്ല, BJP അല്ല. വോട്ട് ചെയ്തു ആർക്കാണ് ഇപ്പം പറയുന്നില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇല്ലേ ചാ? പ്രാർത്ഥനയ്ക്ക് ഉണ്ടോ? ഭർത്താവിൻ്റെ മുൻകോപം മാറ്റാൻ എന്ത് ചെയ്യണം? കൊങ്ങാക്കി കേൾക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നെഹമ്യാവ് എങ്ങനെ പ്രാർത്ഥിച്ചറിയാം? നെഹമ്യാവ് കരഞ്ഞ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. നമ്മുടെ ബിഷപ്പ് ഇരിക്കുന്ന എങ്ങനെയാ പറയാതിരിക്കാനൊക്കെയല്ലോ. അന്നത്തെ മണ്ഡലത്തിൽ 2023 മണ്ഡലത്തിൽ 3 അച്ഛന്മാരെ ബിഷപ്പായി വഴിക്കണം, തിരഞ്ഞെടുക്കണം. മെത്രാപ്പോലത്തെയും തീമോഥെയോസ് തിരുമേനിയും മറ്റ് തിരുമേനിമാരും പൗലോസ് തിരുമേനിയുടെ അനിയൻ സാം കെ ഉദിപ്പ് കൺവെൻഷൻ പ്രസംഗയുടെ സെക്രട്ടറി, ഞാൻ അതിന് വൈസ് പ്രസിഡന്റ്. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് തരംഗത്തിൽ ഒരു പ്രാർത്ഥന വെച്ചു. ഇവിടെ ഇരിക്കുന്ന യോനാച്ചനും വിൽസനും എല്ലാം ഉണ്ടായിരുന്നു. 1000-ലധികം പേര് വന്നു. മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്ത് തീമോഥെയോസ് തിരുമേനി അധ്യക്ഷനായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എതിർത്തവരും നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി ആകാൻ എല്ലാവരും വോട്ട് ചെയ്ത് 90% വോട്ട് കിട്ടിയ നമ്മുടെ സറാഫി തിരുമേനിയൊക്കെ വന്ന. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളോട് പറയാം, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? ഉണ്ടോന്ന് ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന എന്ത് വിഷയമാണേലും, നിന്റെ ഭർത്താവിൻ്റെ മദ്യപാനമാണോ, അനുസരിക്കാത്ത പിള്ളേരാണോ, നിന്നെ തകർക്കുന്ന പൈശാചികമായ ചില അനുഭവങ്ങൾ വരൂ. എന്നാൽ ഇന്ന് രാത്രിയിൽ പുതുവർഷത്തിൽ പറയട്ടെ, നിന്റെ കൊച്ചു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതായ ഒരു ദൈവം ജീവിക്കുന്നു. എല്ലാവരും ഒരു ചരണം കൈകൾ അടിച്ച് പാട്ട് പാടണം. കൈകളടിച്ച മക്കളെ, പഴയ പാട്ടേ അറിയാമോ? കൈയടിക്കാമോ? എല്ലാവരും കൈയടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ പേരങ്ങ് പറഞ്ഞു, ബിജു അച്ഛനാകുമ്പോൾ മുതലേ ബന്ധങ്ങളാണ് പ്രിയപ്പെട്ട അച്ഛനുമൊക്കെ. അവിടെ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈകളടിച്ചൊരു പാട്ട് പാടാം. ഏത് പാട്ടറിയാം? കണ്ണുനീർത്തുകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർത്തുകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്തേക്കും. എൻ്റെ ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്തേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ പാടി ആരാധിക്കുന്ന ഒരു പ്രത്യേക സന്തോഷമാണ്.
ചെറുക്കി കൈയടിക്കാനോ പാട്ട് പാടാൻ വലിയ താല്പര്യമൊന്നുമില്ല. ചെറുക്ക വലിയ അങ്ങനെ ഞാൻ നമ്മുടെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ പള്ളി ഞാൻ പോയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ. ബിഷപ്പിനെ അങ്ങനെ പരിചയമില്ല. പക്ഷെ പഴയ ബിഷപ്പ് മാരാമണ് മഹായോഗത്തിൽ വന്നു. മാരാമണ് പന്തൽ ഇരുകരയും ജനലക്ഷങ്ങൾ നിറഞ്ഞു. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്, ലോകത്തിലെ ക്രൈസ്തവ നേതാക്കന്മാർ രണ്ടാമനായ ആർച്ച് ബിഷപ്പ് മാരാമണ് മഹായോഗത്തിൽ വന്നു. മെത്രാപ്പോലത്തെ അലക്സാണ്ടർ തിരുമേനി വെൽക്കം ചെയ്തു. വളരെ മറക്കാനാവാത്ത ജനസമൂഹം. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ കൊയറിലെ മാരാമണ്ണ് കൺവെൻഷനിലെ കൊയറിൽ ഞാൻ മുൻപിൽ ഇരിപ്പുണ്ട്. കൊയറിലെ അച്ഛന്മാർ കുട്ടികൾ ചേർന്ന് കൈയടിച്ചൊരു പാട്ടുപാടി പ്രസംഗത്തിന് മുമ്പേ. ആർച്ച് ബിഷപ്പിന് മലയാളം പാട്ടറിയത്തില്ല, മലയാളം ഭാഷ അറിയത്തില്ല. ഇവരിങ്ങനെ താളമേളം കൊണ്ട് കൈയടിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആർച്ച് ബിഷപ്പ് 2 കൈ കൊണ്ട് അടിക്കുന്നു. ആർച്ച് ബിഷപ്പ് കൈയടിച്ചപ്പോൾ മെത്രാപ്പോലത്തെ കൈയടിച്ചു. മെത്രാപ്പോലത്തെ കൈയടിച്ചപ്പോൾ മറ്റേ എല്ലാ ബിഷപ്പും കൈയടിച്ചു. അന്ന് സിഗോറല്ല അതേ കൈയടിച്ചേന്. അപ്പോൾ നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് നോക്കിയിട്ട് ആർച്ച് ബിഷപ്പുകൾ ചില കക്ഷി അടൂരുണ്ടെന്ന് തോന്നുന്നല്ലോ. 14 സങ്കീർത്തനം 7-ാം വാക്യം എങ്ങനെയാണ്? യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിന് മേൽ മാനസാന്തര അനുഭവത്തിലേക്ക് വരുമ്പോൾ അറിയാത്തൊരനുഭവമാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അറിയാത്ത കൃപാവരങ്ങളാൽ ആത്മചൈതന്യമായ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹത്താൽ മലങ്കര സഭാ ജനങ്ങളെ എന്നെ നിങ്ങളെ നയിക്കാൻ ദൈവം മതിയായവനാണ്. ഈശോമാർ തിരുമേനിയുടെ കൂടെ കുന്നംകുളത്തും അടൂരും ഞാൻ താമസിച്ചിട്ടുണ്ട്. മുട്ടുമേയിൽ നിന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയിൽ പറഞ്ഞ നമ്മുടെ സെറാഫി തിരുമേനി ആ കാറ്റഗറിപ്പെട്ടവരാണ്. അങ്ങനെ ഒരു അനുഗ്രഹമേറിയ അനുഭവമാണ്. ഞാൻ അമ്മുമ്മ കഥ പറയാൻ വന്നല്ല, കെട്ടുകഥ പറയാൻ വന്നല്ല. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരം തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന അടൂർ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകടമേലും ദൈവത്തിന് വേലയ്ക്കിറങ്ങിയ അച്ഛന്മാരെ, സുവിശേഷകരെ, പഠിക്കുന്ന കുട്ടികളെ, നിങ്ങൾക്ക് ജ്ഞാനം വരമായി തരാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന, ഞാൻ ചരിത്ര സംഭവങ്ങൾ പറയുന്നില്ല. ദൈവത്തിൻ്റെ മക്കളെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കേരളത്തിൽ ആദ്യം കോളേജ് ആരാണ് സ്ഥാപിച്ചത്? സായിപ്പ മാതാമ പിള്ളേർ. കേരളത്തിൽ അന്ന് ഒരു കോളേജുമില്ല. ഇന്ത്യയിൽ ഒരു കോളേജേ ഉള്ളായിരുന്നു, അത് പൂട്ടി ഡൽഹിയിൽ. സായിപ്പും മാതാമയും പിള്ളേരും 4 പിള്ളേരുമായി ചെന്നൈയിലാണ് ഷിപ്പേ വന്നിറങ്ങിയത്. ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അന്ന് ചെന്നൈ സൂപ്പർ ഫാസ്റ്റോ ട്രിവാൻഡ്രം മെയിൽ ഒന്നുമില്ല. കാളവണ്ടിയല്ല വന്ന്. കാളവണ്ടി എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇല്ല, കുതിരവണ്ടി അറിയത്തുള്ളൂ. മോനറിയാമോടാ? കീബോർഡ് വായിച്ച് മോൻ്റെ പേരനാടാ? മാത്യൂസ്. ഒരു നല്ല പയ്യനാന്ന് തോന്നുന്നല്ലോ. അച്ഛനെ മോനാ? എം ജോണച്ചോ മോനെ, നീ അച്ഛനാകുമോടാ? പോട്ടാ. അവിടെ പ്രിയമുള്ള മക്കളെ, സായിപ്പും ഭാര്യയെയും മാതാവിയും 4 പിള്ളേർ കോട്ടയത്ത് ചാലുകുന്നെന്ന് പറയുന്നത് ഫോറസ്റ്റ് പോലുള്ള കാട്ടുപ്രദേശത്ത് വന്ന് ഓല കൊണ്ട് ഷെഡ് കെട്ടി കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചു, CMS കോളേജ്. അവിടെ വനപ്രദേശം പോലുള്ള കാടായതുകൊണ്ട് സായിപ്പിൻ്റെ 2 മക്കൾ 3 വർഷത്തിനുള്ളിൽ പാമ്പ് കടിയേറ്റ് മരിച്ചു. പാമ്പ് കടിയേറ്റ് അവരെ ഇപ്പോഴും ആ കോട്ടയം CSI കത്തീഡ്രൽ പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കിയിട്ടുണ്ട്. അന്ന് ആ പള്ളി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. CSIക്കാരുടെ ആസ്ഥാനമാണുള്ളത്. മാതാമ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, ഇംഗ്ലണ്ടിലേക്ക് പോകാം. നമ്മുടെ 2 ഓമന മക്കൾ കടന്നുപോയി. സായിപ്പിൻ്റെ പേരാണ് ബെഞ്ചമിൻ ബെയ്ലി. അങ്ങനെ കേരളത്തിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ച, അങ്ങനെ സ്കൂളും കോളേജും CMS കോളേജും CMS പ്രസ്സും ഒക്കെ സ്ഥാപിച്ച അങ്ങേരാണ്. അങ്ങനെ ഭാര്യയോട് പറഞ്ഞു എന്ന് ഞാൻ 4 മാസത്തിനു മുമ്പേ കോട്ടയത്ത് CSIയുടെ കത്തീഡ്രൽ പള്ളി പ്രസംഗം ചെയ്തപ്പോൾ ബിഷപ്പ് പറഞ്ഞു, മാതാമയോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേദനിക്കുന്നവരെ, നിന്റെ മാറായ മാധുരമാക്കുവാൻ നിന്നെ പഴിക്കുന്ന നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിന്നെ എതിർക്കുന്ന മേഖലയിൽ എവിടെയാണേലും ദൈവം നടത്താൻ ദൈവം മതിയായവനാ. പഠിക്കുന്ന കുട്ടികളെ,
നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ജ്ഞാനം വരമായി തരൂ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊന്നും മുടക്കരുത്. അങ്ങനെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പുതുവർഷത്തിൽ നമ്മുടെ യോഗം കഴിയുമ്പോൾ ഭവനത്തിൽ പപ്പായും മമ്മിയും കുഞ്ഞുങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുക. ദൈവം അനുഗ്രഹിക്കട്ടെ. മുൻപോട്ട് പോട്ടെ. 1 ദൈവസന്നിധി താഴ്ത്തുക, 2 പ്രാർത്ഥിക്കുക, 3 എന്തോ വായിച്ച് ഓർമ്മയുണ്ടോ? എന്തോ മക്കളെ? ദൈവമുഖം അന്വേഷിക്കുക, ദൈവ ഇഷ്ടം ചെയ്യുവീൻ. നമ്മൾ വീട് വെക്കുമ്പോൾ, നമ്മുടെ പിള്ളേരെ കല്യാണം കഴിപ്പിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷന് പോകുമ്പോൾ, നമ്മൾ പള്ളി പുതുക്കി പണിയാൻ പോകുമ്പോൾ, പരീക്ഷകൾ പണിയാൻ പോകുമ്പോൾ, ഇതൊക്കെ ദൈവ ഇഷ്ടമാണോ, ഇത് വേണോ എന്ന് ഒന്ന് ആലോചിക്കണം. നമ്മുടെ മാതാപിതാക്കളൊക്കെ പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന പിള്ളേരെ പ്രാർത്ഥിച്ചു വിടുമ്പോൾ ഒരു പാട്ടുണ്ടോ? ഒരു ചരണം പാടിക്കേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിടണമേ, എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം ദൈവഹിതത്തിൽ നിന്ന് മാറിയ ഒരു ഭവനമുണ്ട് പഴയ നിയമകാലഘട്ടത്തിൽ. ദൈവ ഇഷ്ടത്തിൽ നിന്ന് മാറി. അബ്രഹാമിൻ്റെ ഭാര്യ ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇനി പ്രസവിക്കുകയില്ല, നീ അതുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഡോക്ടർ പറഞ്ഞാണോ നേഴ്സ് പറഞ്ഞാണോ അത് അവൾക്ക് തന്നെ വെളിപ്പെട്ടാണ് അറിയത്തില്ല. അവൾ പറഞ്ഞു, അബ്രഹാമിൻ്റെ ഭാര്യ സാറ അബ്രഹാമോട് പറഞ്ഞു, ഞാൻ ഇനി പ്രസവിക്കുകയില്ല, നീ അതുകൊണ്ട് എൻ്റെ ദാസിയെ ഭാര്യയായി എടുക്കണം. പുള്ളി കേൾക്കാനിരിക്കുക, എടുക്കാൻ എടുത്തത് ഗുണമായോ വെച്ചാ? ബാക്കി പറയുന്നില്ല, ഇന്ന് ആ സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. എനിക്ക് ഈ സാറായോടൊരു വലിയ ബഹുമാനമുണ്ട്. സാറ ഹസ്ബൻഡിനെ, പ്രിയപ്പെട്ട ഭർത്താവിനെ എന്തോ വിളിച്ചത്? അമ്മാമ്മ എന്തോ വിളിക്കുന്ന ഭർത്താവിനെ? ഒന്നും പറയണ്ട. നാളെ നമ്മുടെ കേരളത്തിൽ ഒരു സിറ്റി പള്ളി പ്രസംഗിച്ച ഒരു സാറിന് വീട്ടിൽ ഞാൻ താമസിച്ചു. ഭാര്യ ഭർത്താവിനെ ചിലപ്പോൾ തമാശക്ക് വിളിക്കുക, മിസ്റ്റർ റോയി. അവൻ കൂരിപ്പടച്ച് നിൽക്കുക, റോയി. എൻ്റെ പ്രധാന പണി അറിയാമോ? 1000 കുടുംബങ്ങളെ ഉപദേശിക്കാൻ പോകുന്നത്. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്, ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് 43 വർഷമായി ഞങ്ങളുടെ പള്ളിയിൽ കല്യാണം നടന്നിട്ട്. കൊച്ചു കുടുംബങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം, ഇല്ലേ? ഇല്ലേ? എന്നാൽ ഒരാൾ മന്ദബുദ്ധിയായിട്ടാണ്. അഭിപ്രായ വ്യത്യാസം അല്ലേ ചാ? അഭിപ്രായ വ്യത്യാസം കോശച്ചൻ നമ്മുടെ ദുബായിൽ വരെ ഞാനോടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം, ഞാൻ വിവരിക്കുന്നില്ല. ഒറ്റ സ്ത്രീകളും ഭർത്താക്കന്മാരെ പേരൊന്നും വിളിക്കരുത് കേട്ടോ. യജമാനെന്ന് വിളിച്ചതിലും അടി കൊടുക്കരുത്, അത്രയേ ഉള്ളൂ. സ്തോത്രം. നമ്മളെല്ലാവരേക്കാൾ ഈ അരമനയിൽ അറിയാം എത്ര അച്ഛന്മാർ, എത്ര കുടുംബങ്ങളുടെ വിഷയം നമ്മുടെ തിരുമേനിമാർക്കറിയാം. ഞാൻ വിവരിക്കുന്നില്ല. നമ്മുടെ ഭവനത്തിൻ്റെ നിലനിൽപ്പ് പണമല്ലെന്ന്, കൊഴുപ്പല്ലെന്ന്, സൗന്ദര്യമല്ലെന്ന്, നമ്മുടെ ഭവനത്തെ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ. അടൂരെ വിശ്വാസികളെ, ചെറിയവരെ വലിയവരെ, നിങ്ങളുടെ ഭവനങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യുവാൻ, അശുദ്ധി മ്ലേച്ഛത പെരുകുന്ന ലോകത്തിൽ ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവ പ്രമാണം ചെയ്യുവാൻ താല്പര്യപ്പെടണം. അങ്ങനെ തീരുമാനിച്ചാൽ ഉയർത്തി ആദരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഞാൻ മുൻപോട്ട് പോട്ടെ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ. എൻ്റെ കർത്താവേ, 2026 ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പള്ളിയിൽ, ഞങ്ങളുടെ സെൻറ്ററിൽ, ഞങ്ങളുടെ സേവീയ സംഘത്തിൽ, ഞങ്ങളുടെ ഇടവക മിഷനിൽ, ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 4 ദുർമാർഗങ്ങളെ വിട്ട് തിരിയുക. അശുദ്ധികൾ, പാപങ്ങൾ, മ്ലേച്ഛതകൾ, മദ്യപാനം, ജഡമോഹം, പണം മോഹം, അധികാരമോഹം വിട്ട് ഒഴിയുക. കൈയടിക്കാനും പാടാനും കുർബാന കൊള്ളാനും ചാടാനും ഒക്കെ ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ നമ്മളെല്ലാം ഉണ്ട്.
ദുർമാർഗം വിട്ട് തിരിയുക. ഇന്ന് വിശ്വാസി അറിയത്തില്ല, കുർബാന കൊള്ളുന്നവൻ ആരാന്ന് അറിയത്തില്ല. എനിക്ക് ഏറ്റവും ദുഃഖം, ഞാൻ പണ്ട് റവടിയായി ജീവിക്കുമ്പോൾ പട്ടക്കാരെയും തിരുമേനിയും പള്ളിയും ദൈവദാസന്മാരെ കാണുമ്പോൾ ബഹുമാനവും ഭയം അന്നും ഇന്നും. പക്ഷെ ഇപ്പോൾ എന്തും ചെയ്യാൻ മടിക്കത്തില്ല. ദുർമാർഗം പെരുകിയിരിക്കുന്ന കാലഘട്ടമാണ്. ആണേതാ പെണ്ണേതാ തിരിച്ചറിയത്തില്ല. മ്ലേച്ഛത പെരുകി, അശുദ്ധി പെരുകി. ഇന്ന് രാത്രിയിൽ ഈ വചനം പങ്കിടുമ്പോൾ നമ്മുടെ ഭവനത്തിന്, നമ്മുടെ ജീവിത വിശുദ്ധിക്ക്, നമ്മുടെ നീതിക്ക് ചേരാത്തൊന്നിനും കൂട്ടു നിൽക്കരുത്. എൻ്റെ പേഴ്സിലെ പണം തൂക്കി നോക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ മക്കളെ, വിശ്വാസികളെ, തട്ടിപ്പ് വീരന്മാർ, കൊള്ളയടിക്കുന്ന നേതാക്കന്മാർ, അശുദ്ധികൾ പെരുകിയിരിക്കുന്നവർ, ദൈവമക്കൾ ഓർത്തോണം. ദൈവജനങ്ങളോട് പറയട്ടെ, ദുർമാർഗം വിട്ട് തിരിയുക. എനിക്ക് ചോരയും നീരുമുള്ള പ്രായത്തിൽ, യുവത്വം നിറഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ കരം ചോര പുരണ്ട കരങ്ങളാണ്. എത്രയോ അടിപിടിയിൽ, മദ്യപാന വഴിയിൽ, അശുദ്ധി വഴി ജീവിക്കുമ്പോൾ 1974 സെപ്റ്റംബർ മാസം 1 ഞായറാഴ്ച രാത്രി പുല്ലാട് സഹയോൻ പള്ളിയിലും അവിടുത്തെ ഒരു കൺവെൻഷൻ യോഗത്തിൽ ഞാൻ ചെല്ലുകയും എൻ്റെ ജീവിതത്തിൽ ആഴമേറിയ മാറ്റം അനുഭവങ്ങളെല്ലാം വിവരിക്കുന്നില്ല. അന്ന് രാത്രി എൻ്റെ ജീവിതം കർത്താവിനെ സമർപ്പിച്ചു. അവിടുത്തെ വികാരി അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. KV ചെറിയച്ഛനെ പോലത്തെ ചില ദൈവദാസന്മാർ, ചില പട്ടക്കാർ എന്നെ വളർത്തി ഉപദേശിച്ചു, പഠിപ്പിച്ചു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, 50 വർഷമായി സിനിമ കാണത്തില്ല, സീരിയൽ കാണത്തില്ല, അശുദ്ധിക്ക് കൂട്ടു നിൽക്കുകയില്ല. ഇപ്പോഴാണ് 22 കിലോ വെയിറ്റ് കുറച്ചത് അല്ലേ തിരുമേനി? KV ചെറിയച്ഛൻ എന്നെ കാണുമ്പോൾ വളരെ ഇതിനെ 3 ഇരട്ടി ആരോഗ്യമുണ്ട്. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, പാടിയവരെ, ഭദ്രാസനത്തിലെ കമ്മിറ്റിക്കാരെ, ദൈവമക്കളെ, ദുർമാർഗം വിട്ട് തിരിയുക. അശുദ്ധി പെരുകിയിരിക്കുന്ന കാലഘട്ടം. ഞാനിവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു പള്ളിയിലെ സെക്രട്ടറിയുടെ കാറ് യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി പെൺപിള്ളാർ നല്ല ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നു. അപ്പം എനിക്ക് ആ കോളനി അറിയില്ല, ആ മേഖല ആദ്യമായി പോവുക. അപ്പോൾ എന്നോട് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞു, ഇത് യഹൂദന്മാരെ കോളനിയാണ്, യഹൂദ പെൺപിള്ളാരാണ് ഇത്. എല്ലാം അവിടെ ശരീരം മറച്ച മാന്യമായ ഡ്രസ്സ് ധരിച്ച് വളരെ ഭംഗിയായൊരു അനുഭവം. എന്നോട് പറഞ്ഞു, യഹൂദിൻ്റെ പള്ളി ഞാൻ കൊണ്ടുപോകാം. അവിടെ വരുന്നവരാരും മൊബൈൽ കൊണ്ടുകയില്ല. ഇൻ്റർനെറ്റും ഇമെയിലും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കണ്ടുപിടിച്ച അമേരിക്കയോട് ചേർന്ന് ഇസ്രായേലുകാരാണ്. അവിടെ പള്ളിയിലൊന്നും കൊണ്ടുവരികയില്ല, ചില പ്രമാണങ്ങളൊക്കെ വളരെ. അപ്പം ഞാൻ എൻ്റെ മനസ്സിരുന്ന് ഓർത്തു, ചില നാളുകൾക്കപ്പുറത്ത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പള്ളിയിൽ നമ്മുടെ മർത്തോമയിലെ ഒരു തിരുമേനി, സറാഫി തിരുമേനി ആയിട്ടില്ല, ബിഷപ്പായിട്ടില്ല. അപ്പം വലിയൊരു സീനിയറായ ബിഷപ്പ് ഒരു കല്യാണം നടത്തി. മണവാളനും മണവാട്ടിയും യൂറോപ്പിൽ ജോലിയുള്ള നല്ല പിള്ളേർ. മണവാട്ടി സാരിയൊക്കെ ചുറ്റി നല്ല വൃത്തിക്ക്. ഞാൻ ആ ബെഞ്ചിൻ്റെ മുന്നത്തെ ബെഞ്ച് ഇരിപ്പുണ്ട്. എന്നാൽ ഈ മണവാട്ടയുടെ പുറകിൽ ഇരിക്കുന്ന പെൺകുട്ടി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ നിൽക്കുന്നത്. അവൾക്ക് കാര്യമായ വസ്ത്രമില്ല. ഫ്ലോറിഡയിലെ ബീച്ചിൽ നിൽക്കുന്ന അനുഭവമാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും മായാവി ബീച്ചാണല്ലോ. അപ്പോൾ അവിടുത്തെ ആ പെൺകുട്ടി ഇതാണ്. തിരുമേനി സഭയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, അച്ഛന്മാരൊക്കെ ഉണ്ട്, ഞങ്ങൾ വല്ലതും ഉണ്ട്, എന്തോ ചെയ്യാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ചു, ഒന്ന് കാണാൻ വയ്യ. അപ്പം പള്ളി കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോൾ ഈ ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാർക്കൊക്കെ ഭയങ്കര തീവ്രവാദികളാണ്. കാതോലിക്ക ബാബ അങ്ങനെയുള്ള ഡ്രസ്സുള്ളവരെയൊന്നും പള്ളി കയറ്റത്തില്ല, നിങ്ങളെ അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്നോട് ഓർത്തഡോക്സിൽ അച്ഛൻ ചോദിച്ചു, ജോയ് പുല്ലാടെ, നിങ്ങളുടെ പെൺപിള്ളേർക്ക് മധുവായോ പള്ളിയോ തിരുമേനിയൊന്നും ഭയമില്ലല്ലോ, അവർക്ക് വേണ്ടതുപോലെ തുണിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, തിരുമേനി അച്ഛ കുറച്ചെങ്കിലും ഉണ്ടല്ലോ. അമ്മമാരെ, അപ്പന്മാരെ, സുവിശേഷകരെ, ആത്മീയ നേതാക്കന്മാരെ, കൊയരംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രിയിൽ വേർപെട്ട ജീവിതം, ദുർമാർഗം വിട്ട് തിരിയുന്ന മദ്യപാനികളാരും ഞായറാഴ്ച ഇവിടെ കുർബാന കൊള്ളരുത്. തിരുമേനി കൊടുക്കരുത്. തിരുമേനി ഒരു ഊറിയ ചെറിയ തിരുമേനിക്ക് ഈ കുടിയന്മാരെ കണ്ടറിയത്തില്ല. എനിക്ക് തന്നെ വകുപ്പ് കണ്ട അന്നേരം അറിയാം.
കോപ്പി അടിച്ച പാസ്സായ വിദ്യാർത്ഥി ഒടുവിൽ കോളേജ് അധ്യാപകനായി കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്ന പിള്ളേരെ പിടിക്കാൻ എളുപ്പമുണ്ട്. കണ്ടറിയാം, അടിക്കുന്നവനെ അന്നേരം അറിയാം. ഒരച്ഛൻ ചോദിച്ചാൽ ഇവന്മാരെ എങ്ങനെ ഇത്ര അറിയുന്ന? ഞാനിങ്ങനെയൊക്കെ പിള്ളേരുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമാണല്ലോ. മക്കളെ കുഞ്ഞുങ്ങളെ നല്ല കൊയർ ദൈവം നല്ല പ്രഗത്ഭമായ അച്ഛന്മാരുടെ നിര ഈ അടൂർ ഭദ്രാസനത്തിനുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ മുൻപോട്ട് പോട്ടെ. അശുദ്ധികൾ വിട്ട് ഒഴിയുക. ജോസഫ് മാർത്തോമ കാലം ചെയ്യുന്ന മുമ്പേ ലോകപ്രസിദ്ധനായ ഒരു പ്രസംഗി, പേര് പറയുന്നില്ല, തിരുമേനി എടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ അന്ത്യ അഭിലാഷമാണ്, തിരുമേനി എന്നോട് ക്ഷമിക്കണം, സഭ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഒരു അറിവിൽ 100-ലധികമായ ഡോക്ടർ ബില്ലിഗ്രാമിനേക്കാളും വേളിൽ പല കമ്മിറ്റിയുടെ ചെയർമാൻ അങ്ങേരായിരുന്നു. ഇന്ത്യക്കാരനാണ്. നിങ്ങൾക്കെല്ലാം പേര് പറഞ്ഞാൽ അറിയാൻ ഞാൻ പേര് പറയുന്നില്ല. പറഞ്ഞു, കോഴഞ്ചേരി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എനിക്കൊരു യോഗം നടത്തണം, തിരുമേനി ക്രമീകരിക്കണം. ഞാനും ബാബു പൂലാടും ഒക്കെ ചേർന്ന്, അച്ഛന്മാരും ചേർന്ന് കോഴഞ്ചേരി സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു യോഗം ആ മനുഷ്യന് വേണ്ടി നടത്തി. ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നപ്പോൾ വലിയ വാഗ്മിയായ പ്രസംഗിയായ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തോറ്റുപോയി, ഞാൻ പരാജയപ്പെട്ടു പോയി. കോഴഞ്ചേരിയിലെ മാരാമണ്ണ വിശ്വാസികളെ, എന്നോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ. ഞാൻ ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായി മുഖം നോക്കി ഭയമില്ലാതെ പറയട്ടെ, ദുർമാർഗം വിട്ട് തിരിയുക, അശുദ്ധികൾ വിട്ട് ഒഴിയുക. നിന്റെ ബെഡ്റൂമ്, നിന്റെ മൊബൈല് ലൈന, നിന്റെ രഹസ്യ അറകൾ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എൻ്റെ കർത്താവേ, നമ്മളെല്ലാം കുറവുള്ളവരാ, നമ്മളെല്ലാം പോരായ്മയുള്ളവരാണ്. എന്നാൽ മാനസാന്തര വഴി വരുമ്പോൾ ദുർമാർഗത്തിൻ്റെ വഴികൾ വിട്ട് ഒഴിയുക. ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ എൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൺവെൻഷന്. എൻ്റെ അപ്പൻ ഒരു ഭക്തനായ വലിയൊരു കൃഷിക്കാരനാണ്. വല്യപ്പൻ പൊന്മേലി പീലിപ്പോച്ചൻ. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ ആ സഭാ സെക്രട്ടറി ഡോക്ടർ PJ പിലിപ്പച്ചൻ. അപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി അച്ഛനോട് പറഞ്ഞു, നമ്മുടെ ജോയി ഇന്ന് കൺവെൻഷൻ രാത്രി വന്നു, മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവിന് എൻ്റെ നല്ല പരിചയമുള്ളത് കൊണ്ട് പറഞ്ഞു, അവൻ കള്ളു കുടിച്ചായിരിക്കും പറഞ്ഞു, ഇത് ചുമ്മാരിക്കാൻ പറഞ്ഞു. വിശ്വസിച്ചില്ല. PJ പിലിപ്പച്ചൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അച്ഛനോട് കമൻറ്റ് പറഞ്ഞു. പലരും എന്തെല്ലാം കമൻറ്റ് പറഞ്ഞതറിയാം. എൻ്റെ മുഖത്ത് നോക്കിയേ, അന്നെനിക്ക് വളരെ ആരോഗ്യമുള്ള പ്രായമാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ മധുവായി ഈ കൺവെൻഷൻ സ്റ്റൈൽ തിരുമേനിയുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ മുൻപിൽ ദൈവം ഉണ്ടാകെ പറയട്ടെ, ഞാൻ അന്ന് രാത്രി കർത്താവിനായി സമർപ്പിച്ചപ്പോൾ എൻ്റെ അശുദ്ധികളോട്, പാവ വഴികളോട് വിട്ട ഒഴിഞ്ഞു. ഹല്ലേലൂയ. മക്കളെ കയ്യത്തിടാൻ ചുണയിരിക്കുക. അപ്പോൾ എന്തോ പറഞ്ഞ, ദുർമാർഗം വിട്ട് തിരിയുക, അശുദ്ധികൾ വിട്ട് ഒഴിയുക. ഭാര്യയെ കളിപ്പിച്ച് പോകരുത്. കൊട്ടാരക്കര പോകാന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് പോകരുത്, കേട്ടോന്ന്. സ്ത്രീകളും കളിപ്പിക്കുന്നവരങ്ങനെ പോട്ട കിടക്കുന്നില്ല. ദൈവമക്കളെ, ജോസഫിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എൻ്റെ മുഖത്ത് നോക്കാം. ഇപ്പോഴത്തെ അച്ഛന്മാർ തിരുമേനിമാർക്കൊക്കെ പറഞ്ഞാൽ ജനം വെച്ചേക്കുകയില്ല. എനിക്ക് എന്നെ കാശും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. വേണ്ട തിരുമേനി, സ്തോത്രം. ഭക്ഷണം വേണ്ട, നമ്മൾ തിരുമേനി ചിരിച്ചു. എൻ്റെ ദൈവ മക്കളോട് പറയട്ടെ, കോട്ടയത്ത് പ്രസംഗിച്ചിട്ട് ഒരു ചായ പോലും തിരുമേനി പറഞ്ഞു ചായ കുടിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടൂരൊക്കെ ചെല്ലണ്ടായോ? ബേബി ജോണസനെയും വർഗീസ് ജോണസനെയും കൂടി സമയത്ത് എത്തണ്ടായോ? ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദുർമാർഗം വിട്ട് തിരിയുക. തവേ ദൈവം ഉണ്ടാകെ ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിൻ്റെ ചങ്കീന്നൊഴുകിയ രക്തം നമ്മളെ പുതുക്കുവാൻ, നമ്മളെ കഴുകുവാൻ, നമ്മെ ശുദ്ധീകരിക്കാൻ ദൈവം മതിയായവനാണ്. ഞാൻ പള്ളിയിലും വലിയ കൺവെൻഷനും പ്രസംഗിക്കുന്ന ആൾ മാത്രമല്ല. ഞാനൊരു പള്ളി ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ജോയിച്ചായ, എൻ്റെ പള്ളിയിലെ യുവജനങ്ങളെല്ലാം കള്ളുടിയന്മാരാ, ഇവർക്കൊരു മാറ്റം, ദുർമാർഗ വഴി ജീവിക്കുന്ന വളരെ അശുദ്ധികൾ നിറഞ്ഞ റാന്നി നിലയ്ക്കൽ മാർത്തോമാ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു ചില വർഷങ്ങൾക്ക് മുമ്പേ. ഞാനങ്ങനെ ആ പ്രസംഗം കഴിഞ്ഞാൽ അവരുടെ വീടുകളിലൊക്കെ പോയി. അപ്പനും അമ്മയും അടിച്ചിറക്കിയതായ ഒരു ചെറുപ്പക്കാരൻ, 26 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ്, അവനിപ്പം അവൻ്റെ ഭാര്യയ്ക്കറിയത്തിലും അവനിത് കണ്ടുകൊണ്ടിരിക്കുവാണ്.
അവനെ ഞാൻ കാണാൻ ഒരുപാട് പേരെ കണ്ടു. അവനെ കൂട്ടത്തിൽ അവനെയും കണ്ടു. രാത്രി 10:30 മണിക്കാണ് അവനെ കാണുവാൻ. അവൻ ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, എടാ കുഞ്ഞേ, ഞാനും നിന്നെപ്പോലെ അവൻ 5 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഞാൻ പറഞ്ഞു, ഞാനും പല കേസിൽ ജീവിച്ചാണ്. പക്ഷെ ദൈവം എന്നെ രക്ഷിച്ചു, വിടുവിച്ചു. നിന്റെ ജീവിതം അശുദ്ധികൾ വിട്ടൊഴിഞ്ഞ്, ദുർമാർഗം വിട്ടുതൊഴിഞ്ഞ്, മദ്യപാനം വിട്ടൊഴിഞ്ഞ് കർത്താവിനെ പിൻപറ്റിയാൽ, ഫലം കായ്ക്കാൻ തീരുമാനിച്ചാൽ, നിന്നെ വാലല്ല തലയാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവൻ തീരുമാനിച്ചു. ആ ടൗണിലെ തൊഴിലാളികൾ, ഗുണ്ടകളായ ചുമട്ടു തൊഴിലാളികൾ സമർപ്പിച്ചു. എല്ലാവരുടെയും വിവരം പറയുന്നില്ല. എന്നാൽ ഈ 26 വയസ്സുള്ള പയ്യനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും എൻ്റെ സഹോദരനുമൊക്കെ പറഞ്ഞ് ഇവനെ ഇവിടെ താമസിപ്പിക്കാൻ കൊള്ളത്തില്ല, ഇവൻ റൗഡിയാ കണ്ടിട്ട്. അവർക്കറിയത്തില്ല ഇവൻ ആരാണെന്ന്. പക്ഷേ ഞാനിങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. 6 മാസം പാനി ഷർട്ടും മേടിച്ചു കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഞാൻ മെത്രാപ്പോലത്തെ അലക്സാണ്ടർ തിരുമേനിയുടെ അരവനെ കൊണ്ടുപോയി. നമ്മുടെ തിരുമേനി കഴിവുള്ളൊരു പയ്യനാണ്, ഇവനെ കൊമ്പാടി പഠിപ്പിക്കണം. തിരുമേനി സമ്മതിച്ചു. ഡി പിലിപ്പച്ചൻ കൊമ്പാടിലെ വികാരിയാണ്. അച്ഛനവനെ പഠിപ്പിച്ചു. മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ യുവാഞ്ചലിസ്റ്റായി സഭ അവനെ നിയോഗിച്ചു. യോനാച്ചാരടാ, അവൻ്റെ പേരെന്നാടാ? ബിജു. അവൻ മൂന്നാറിലായിരുന്നു. ഇപ്പോൾ മാർത്തോമാ സഭയിലെ സംഘ ഓഫീസിൽ നിങ്ങളോട് വരുമ്പോൾ, സഭാ ജനറൽ സെക്രട്ടറി ABK ജോഷുവ അച്ഛൻ വരുമ്പോൾ വണ്ടിയൊക്കെ അവൻ നിയന്ത്രിക്കുന്നവനാണ്. അവൻ എന്നെക്കാളും പ്രസംഗിക്കാൻ മിടുക്കനായി ദൈവം ഉയർത്തി. സ്തോത്രം, ഹല്ലേലൂയ. മക്കളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, വിശുദ്ധമായ വഴിയിൽ, ഭക്തിയുടെ വഴിയിൽ, 84 സങ്കീർത്തനം 11 വാക്യം ഇങ്ങനെയാണ്: നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കുകയില്ല. AK ജോർജ് അച്ഛനും ഒക്കെ കഷ്ടപ്പെട്ട വേല ചെയ്ത സഭയെ ദൈവം മറന്നില്ല, അവിടെ തലമുറകളെ മറന്നിട്ടില്ല. ഞാൻ മുൻപോട്ട് പോട്ടെ. 4 കാര്യം പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടിയ. അടുത്ത വാക്കൊന്ന് വായിച്ചേ. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടു, ആരും കേട്ടില്ലേലും ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും കരുതും, എൻ്റെ മോളെ കല്യാണം കഴിക്കണമല്ലോ, എൻ്റെ മക്കളെങ്ങനെയാണ്, എൻ്റെ ഭർത്താവിന് രോഗമാണല്ലോ, ഒന്നും ഭാരപ്പെടണ്ട. കരുതുന്നവനായ, നടത്തുന്നവനായ, ഉയർത്തുന്നവനായ ഞാൻ കേട്ടു. ഇസഖ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിൻ്റെ കണ്ണുനീർ കണ്ടു, ഞാൻ നിനക്ക് സൗഖ്യം തരും. ഞാൻ എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ ആരോടും നിരാശയോ, എനിക്ക് കാശ് കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല, അവൾ എന്നെ കണ്ട് ചിരിച്ചില്ല, ഒന്നും ആരോടും 50 വർഷമായി വളരെയധികമായി അച്ഛന്മാർ ഇവിടെ ഇരിക്കുന്ന KV ചെറിയ അച്ഛനൊക്കെ എന്നെ എല്ലാ പള്ളികളിലൊക്കെ പ്രസംഗിക്കാൻ വിളിക്കും. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ എന്നെ വളരെ ബന്ധമാണല്ലോ. ഞാൻ ആരോടും പരാതി പറയത്തില്ല. ഒന്നുമില്ലേലും നമ്മെ നടത്താൻ ദൈവം. വിൽസൺ കേട്ടോ? അനുഭവിച്ചറിഞ്ഞിരിക്കുക എൻ്റെ സുഹൃത്താവ്. അവിടെ പ്രിയമുള്ള വിശ്വാസികളെ, വാക്ക് നിർത്തണമല്ലോ. ഞാൻ കേട്ടു, ആരും കേട്ടില്ലേലും ആരും അറിഞ്ഞില്ലേലും നിന്റെ വേദന കാണുന്നൊരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഭദ്രാസനത്തിൽ പല ഇവിടെ അടൂരൊക്കെ ഇടവകയൊക്കെ വളരെ മെച്ചമാണ് അല്ലേ തിരുമേനി? അതെ, നല്ല ഇടവക, നല്ല ജനങ്ങളുമൊക്കെയാണ് വളരെയധികമായ. എന്നാൽ പല സഭയിൽ പല മേഖലയിലൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പറയാം, നമ്മുടെ വേദനയുമായി ദൈവസന്നിധിയിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ കേട്ടു. ഹന്നായുടെ വിഷയം ദൈവം കേട്ടപ്പോൾ നമ്മൾ വായിക്കുന്ന അവിടെ മുഖം വാടാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ വേലയ്ക്കായി ജീവിതം ഏൽപ്പിച്ച മാർത്തോമാ സഭയിൽ നിന്ന് ആദ്യം സുവിശേഷ വേലയ്ക്ക് പോയ മത്തായി സാർ കാർബാറില്ല പോയതാ. എത്രയോ മൈലുകൾ ദുരിതം. അന്ന് ട്രെയിനോ ബസ്സോ എത്ര കടത്ത് കയറിയാണ് മത്തായി സാറ് പോയത്. ചില മാസങ്ങൾക്ക് മുമ്പേ ഞാൻ കാർബാറിൽ പോയിരുന്നു. അവിടെ എല്ലാ പള്ളികളിൽ പോയി പ്രസംഗിച്ചു. കാർബാറിൽ മത്തായി സാറും ഭാര്യയും അവിടെ ദൈവവേലയ്ക്കായി ചെന്ന് സുവിശേഷം അറിയിപ്പിച്ചപ്പോൾ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല, നമുക്ക് പണമില്ല. വളരെയധികമായ മത്തായി സാർ പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ പഴയ അച്ഛന്മാർ നിറഞ്ഞത്.
മത്തായി സാറിൻ്റെ മക്കൾ പഠിച്ചു, മൂത്തമോൻ പഠിച്ചു വളർന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഉയർത്തി. മത്തായി സാറിൻ്റെ മോനാണ്. മത്തായി സാറിൻ്റെ രണ്ടാമത്തെ മകൻ. നമ്മളെല്ലാവരും ടി വിയിൽ വളരെ കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങളിൽ. മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ വിദേശകാര്യ വകുപ്പിൽ ഏറ്റവും ശക്തമായി ശോഭിച്ച ആളാണ് രഞ്ജൻ മത്തായി. മത്തായി സാറിൻ്റെ കൊച്ചുമകനാണ്. ഇന്ന് രാത്രിയിൽ പള്ളിയിൽ യോഗത്തിൽ വന്ന ദൈവമക്കളെ, നീ കർത്താവിൻ്റെ വഴി കേട്ട അവന് പിൻപറ്റിയാൽ നിന്റെ വിഷയം കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാനൊരു വാക്ക് പറഞ്ഞ് നിർത്തട്ടെ. +2-ൽ 100-ൽ 100 മാർക്ക് മേടിച്ച ജോൺ ഫിലിപ്പ്, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ്റെ പിതാവ് അച്ഛൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ നീ +2-ൽ ഹൈ മാർക്കിൽ പാസ്സായവനാ, നീ സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്, നീ ഉന്നതമായൊരു മനുഷ്യനായി മാറും, ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയിലൊക്കെ നിന്നെ നയിക്കും, നീ CA കംപ്ലീറ്റ് ചെയ്യും, നീ IT-യുടെ മേധാവിയാകും. നീ മാർത്തോമാ സഭയെ മറക്കരുത്. പാവങ്ങളായ സുവിശേഷകരെയും ദൈവമക്കളുമൊക്കെ ഉള്ള സഭയെ പണം നമ്മുടെ സഭയ്ക്ക് നീ തരണം എന്ന് അവനോട് പ്രാർത്ഥിച്ചു വിട്ടു. അവൻ 6 വർഷത്തിന് മുമ്പേ 1 കോടി രൂപ 100 ലക്ഷം രൂപ MC-യാട് തെള്ളിയൂർ നമ്മുടെ സഭയ്ക്കായി കൊടുത്തു. അന്ന് KG ജോസഫ് അച്ഛനാണ് സഭാ സെക്രട്ടറി. അച്ഛനാണ് ആ കാശ് കൈകാര്യം ചെയ്തത്. 1 കോടി രൂപ. ഡോക്ടർ PJ ഫിലിപ്പച്ചൻ്റെ മകൻ ജോൺ ഫിലിപ്പിൻ്റെ കാര്യം പറഞ്ഞ മൻഹാട്ടിൽ ന്യൂയോർക്കിൽ ലോകത്തെ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ മേധാവിയാണ് ജോൺ ഫിലിപ്പ്. 1 വർഷത്തിന് മുമ്പേ വെല്ലൂരിലെ ഡോക്ടർമാർ ജോൺ ഫിലിപ്പിനെ അറിയിപ്പിച്ചൊരു മെസ്സേജ് ഇട്ടു. പാവങ്ങളായ ഞങ്ങളുടെ ഈ നാട്ടിൽ വെല്ലൂരിലെ ചുറ്റുപാടിൽ ഗ്രാമത്തിൽ പഠിക്കാൻ കുട്ടികൾക്ക് കുറച്ച് പണം വേണം. 1.5 കോടി രൂപ അയച്ചു കൊടുത്തു. 100 സ്വർണ്ണവളയുള്ള അമ്മാമ്മ 10 വള ഊരി ബിനുവിൻ്റെ കൈ കൊടുക്കണം. ഈ ഭദ്രാസനത്തെ വേലയ്ക്കായി അവൻ്റെ വളയെല്ലാം പാത്ത് വെക്കുവാണല്ലോ. അയ്യോ സ്തോത്രം. തിരുമേനി നോക്കൂ, ആരാ ഊരുന്നത്? നമ്മുടെ ഭദ്രാസനം എത്രയോ അനുഗ്രഹമേറിയ ഒരു ഭദ്രാസനമാണ് അടൂർ ഭദ്രാസനം. ദൈവമക്കളെ, ദശാംശം മാറ്റിവെക്കണം, സമയം മാറ്റിവെക്കണം, ആരോഗ്യം മാറ്റിവെക്കണം. കുഞ്ഞുങ്ങളെ ദൈവവേലയ്ക്കായി അച്ഛന്മാരായോ സുവിശേഷകരായോ ദൈവത്തിനായി ഏൽപ്പിക്കുക. ദൈവം കൈവിടത്തില്ല. ഹല്ലേലൂയ. ഞാൻ കേട്ടു. അടുത്ത വാക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നമ്മുടെ പാപം ക്ഷമിച്ചു. ഇവിടുത്തെ കർമ്മത്തിനോ ആചാരങ്ങൾക്കോ നേർച്ചകൾക്കോ പാരമ്പര്യങ്ങൾക്കോ പുണ്യമായ വഴികൾക്കോ ഒരു മനുഷ്യൻ്റെ പാപക്കറകൾ കഴുകുവാൻ പവറില്ല. എന്നാൽ ബേഥലഹേമിൽ ജനിച്ച പലസ്തീനിൽ വളർന്ന ക്രൂശിൽ യാഗമായി തീർന്ന 3-ാം നാൾ ഉയർത്തുന്നുണ്ട് യേശുവിൻ്റെ ചങ്കിലേ ഒഴുകിയ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ ദൈവം മതിയായവനാണ്. എൻ്റെ പാപം ദൈവം ക്ഷമിച്ചു എന്ന് ഉറപ്പുണ്ടോ മക്കളെ? VBSൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ മക്കളെ? നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. മമ്മി പറഞ്ഞ അനുസരിക്കുമോ മോനെ? തല വെട്ടിച്ചാൽ പോരാ. എൻ്റെ പാവം ദൈവം ക്ഷമിച്ചെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ തന്നെ? അല്ല, ഇന്ന് രാത്രിയിൽ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. എൻ്റെ പാപം ദൈവം ക്ഷമിച്ചു. ആരും ക്ഷമിച്ചില്ലേലും അംഗീകരിച്ച എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. 4 കാര്യം പറഞ്ഞു. തങ്ങളെ തന്നെ താഴ്ത്തുക, പ്രാർത്ഥിക്കുക, ദൈവ ഇഷ്ടം ചെയ്യുക, ദുർമാർഗം വിട്ട് തിരിയുമ്പോൾ ഞാൻ കേട്ടു. അടുത്ത വാക്കാ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിച്ചു. അവസാനമായി ഞാൻ ദേശത്തിന് സൗഖ്യം. എൻ്റെ കർത്താവേ, ഈ പന്തലി വന്ന ദൈവത്തിൻ്റെ മക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നാളെ രാവിലെ 6:45 ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ കയറി തൃശ്ശൂർക്ക് പോകും. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. രാവും പകലും പരിപാടികളാണ്. കിട്ടുന്ന ആയുസ്സും ആരോഗ്യവും ശബ്ദവും ദൈവത്തിൻ്റെ ദാനമാണല്ലോ. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, ദൈവജനങ്ങളെ, നമ്മുടെ ആയുസ് എപ്പോഴാ ദൈവം വിളിക്കുന്നു നമുക്കാർക്കും അറിയില്ല. ഉണ്ടോ? അറിയത്തില്ല. നമ്മുടെ ആയുസ് എപ്പോഴാ ദൈവം വിളിക്കുന്നു എന്നറിയത്തില്ല. ഈ ചെറിയ ആയുസ് എപ്പം വിളിച്ചാലും ഒരുക്കത്തോട്, വിശുദ്ധിയോട്, ഭക്തിയോട് യേശു കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച നിങ്ങളുടെ ചർച്ച, നിങ്ങളുടെ ഇടവകയുമായി, സെൻ്ററുമായി, സഭയുമായി നിൽക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഒറ്റ വാക്കോടെ പറഞ്ഞു നിർത്തട്ടെ. നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കണം. കർത്താവിനായി
സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പുതുക്കി മാനസാന്തരത്തിന് ഫലം കായ്ക്കുന്ന അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ സഹായിക്കാൻ മതിയായവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. പല കേട്ട് കാണും. ഒരപ്പച്ചന് രോഗിയായി ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ അപ്പച്ചന് 2 കോടി രൂപ ലോട്ടറി അടിച്ചു. പിള്ളേർക്കെല്ലാം വലിയ സന്തോഷമായി. അപ്പച്ചന് 2 കോടി രൂപ ലോട്ടറി അടിച്ചു. പിള്ളേർ ഹോസ്പിറ്റലിൽ ചെന്ന് വാർത്ത പറയാൻ നേരത്തെ അമ്മച്ചി പറഞ്ഞു, മക്കളെ നിങ്ങൾ ഈ അപ്പച്ചനോട് സന്തോഷം ചെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു പോകും. അതുകൊണ്ട് അപ്പച്ചനോടല്ല പറയേണ്ടി, അപ്പച്ചനെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പോയി പറയണമെന്ന് പറഞ്ഞു. മക്കളെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ പപ്പായിക്ക് 2 കോടി രൂപ ലോട്ടറി അടിച്ചു. ആ സന്തോഷകാര്യം ഡോക്ടർ ഞങ്ങളുടെ പപ്പായോട് പറയണമെന്ന് പറയാമെന്ന് പറഞ്ഞു. ഡോക്ടർ ശാന്തമായി പേഷ്യൻ്റെ അടുത്ത് ചെന്ന് ആ ആളിനോട് ചോദിച്ചു, സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിന് 2 കോടി രൂപ ലോട്ടറി അടിച്ചാൽ എന്ത് ചെയ്യും? മറുപടി ശാന്തമായി പറഞ്ഞു, ഡോക്ടറെ ഞാൻ 1 കോടി രൂപ ഡോക്ടർക്ക് തരും. കേൾക്കുകയും ഡോക്ടർക്ക് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഞാനിങ്ങനെ കേട്ട് നമ്മുടെ ആയുസ്, നമ്മുടെ ചെറിയ ആയുസ്, ഇത് ഇന്ന് രാത്രി നിങ്ങൾ ഇത്രയും സമയം ഇരുന്നല്ലോ. ദൈവമക്കളെ, എനിക്കാണ് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ മണിക്കൂറുകൾ പ്രസംഗിക്കും, നൃത്തം ചെയ്ത് പ്രസംഗിക്കും. ഇവിടെ ഈ സ്റ്റേജ് കണ്ടീഷൻ സ്ട്രോങ് അല്ലേ ചാ? അപ്പോൾ അല്ലെ ഞാൻ നൃത്തമൊക്കെ ചെയ്യും, നിങ്ങൾ പേടിക്കണ്ട. വെൺമണി പള്ളിയിൽ, വെൺമണി വലിയ പള്ളിയിൽ, പഴയ പള്ളിയുള്ളപ്പോൾ ഒരു അച്ഛനോട് പറഞ്ഞു, വെൺമണി ചെന്നപ്പം ഇവിടുത്തെ പഴയ പള്ളിയിൽ മാമ്മൻ ഉപദേശി പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ അച്ഛനും ജനങ്ങളെല്ലാം പഴയ കാലത്ത് ചെറിയ പള്ളിയാണല്ലോ, ചാടി ശീലാന്തിയെ കയറി, പിന്നെ കപ്പ്യാർ ഏണി കൊടുത്താൽ ഇറക്കിയതാണ്. അങ്ങനെ ഒരു പഴയ അനുഭവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവമക്കളെ, ബാബു പുല്ലാടിൻ്റെ അപ്പൻ സൈക്കിൾ കരിയാച്ചൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഞാനൊന്നും രാഷ്ട്രീയക്കാരില്ല, ഞങ്ങളുടെ വീട്ടുകാരൊന്നും രാഷ്ട്രീയക്കാരില്ല. അപ്പോൾ എന്നെ ചെറുപ്പത്തിലേക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് ഈ പാർട്ടി പരിപാടിക്കൊക്കെ വിളിക്കും. ഞാൻ അങ്ങനെ അന്നത്തെ കാലത്ത് കീജയൊക്കെ വിളിക്കും. EMS എക്ക് ജി സുന്ദറിയ സുന്ദബ എങ്കിലും സുന്ദബ ചോരക്ക് ചോര ജീവിത ജീവ് ഒന്നല്ല തൊട്ടോ ഇങ്ങനെയൊക്കെ കീജയെ വിളിക്കും. EMSന് എന്നെ പരിചയവുമില്ല, അങ്ങനെ എനിക്കും അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ 10,000ങ്ങളിൽ അതിസുന്ദരനായ പ്രിയനെ വർണ്ണിച്ചുയർത്തുക. ഹല്ലേലൂയ! അടൂരിലെ ഭദ്രാസനത്തിൽ വന്ന ദൈവജനങ്ങളെ ഉണരുക, ഉണരുക. ദൈവരാജ്യത്തിന് വേണ്ടി ഫലകരമായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ട. എനിക്ക് വേദി ക്രമീകരിച്ച ഏറ്റവും പ്രിയങ്കനായ സറാഫി തിരുമേനോട്, KV ചെറിയ അച്ഛനോടും, വികാർ ജനറൽ അച്ഛനോടും, ബേബി ജോൺ അച്ഛനോടും, വർഗീസ് ജോൺ അച്ഛനോടും, ബിനുവിനോടും, PN അലക്സാണ്ടർ അച്ഛൻ ഉൾപ്പെടെ എല്ലാ അച്ഛന്മാരോടും, എല്ലാ സുവിശേഷകരോടും, അതിമനോഹരമായ ഗാനങ്ങൾ പാടിയ നേതൃത്വം കൊടുത്ത അച്ഛന്മാർ, കീബോർഡ് വായിച്ച ഉൾപ്പെടെ ഇത്രയും ഭംഗിയായി ക്രമീകരണം ചെയ്ത പന്തൽ എല്ലാം ഈ നാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുൻപിൽ ജാതിയില്ല, മതമില്ല, സഭയില്ല. കേരളത്തിൽ ഒരു സൗഖ്യത്തിൻ്റെ കൊടുങ്കാറ്റ് അയക്കണം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടാ. എൻ്റെ ദൈവമേ, അന്ധകാര ശക്തി ഓടി മാറുവാൻ, 2026 ഒരു വെളിച്ചം പകരുവാൻ, അശുദ്ധികൾ വിട്ടുമാറുവാൻ, നീതിയുള്ള അനുഭവമായി ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ സമൂഹമായി തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം ഉളവാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കേട്ടു, ഞാൻ പാപം ക്ഷമിച്ചു, ഞാൻ ഉത്തരം, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് രാത്രി എൻ്റെയും നിങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, ദേശത്തിന് ഒരു സൗഖ്യം പകരാൻ ഈ വചനങ്ങൾ ദൈവം ഒരുക്കട്ടെ. കണ്ണടച്ചുകൊണ്ട് അർപ്പണത്തോടൊരു പാട്ട് പാടണം. വാഴ്ത്തിയിടുന്നു, വാഴ്ത്തിയിടുന്നു, വാഴ്ത്തിയിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ, നന്ദിയോടെ വാഴ്ത്തിയിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ, നന്ദിയോടെ. എല്ലാവരും പാടാം. പാതകർക്കായി നീതി വഴി ഓതി തന്നോനെ, പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിയിടുന്നു ഞാൻ, പാരിടത്തിൽ നിന്നെ ഓർത്തു. ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും, ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം.
ഞാൻ ഒരു വാക്ക് ചോദിക്കട്ടെ. മാരാമണ് മഹായോഗം 30-ാം തീയതി ഞങ്ങൾ കോഴഞ്ചേരി പള്ളിയിൽ ഒരു പ്രാർത്ഥന വെക്കുന്നുണ്ട്. മാരാമണ് മഹായോഗം ഫെബ്രുവരി 8-ന് ആരംഭിക്കുമല്ലോ. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ സഭ മെത്രാപ്പോലീത്ത മുതൽ എല്ലാ ബിഷപ്പുമാരെയും എല്ലാ നേതാക്കന്മാരെയും ദൈവം വാഴ്ത്തട്ടെ. ഞാൻ ഒരു വാക്ക് ചോദിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വിഷയം കേട്ട് ദേശത്തൊരു സൗഖ്യം നടക്കുവാൻ ഞങ്ങളുടെ ജീവിതം ഒരു പടി കൂടെ സമർപ്പിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തിക്ക്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന് നമുക്കെല്ലാവർക്കും തിരുമീനോട് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പ്ലീസ് എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ആ പാട്ടിൻ്റെ ഈരളിൽ പാടാം. വാഴ്ചയിടുന്നു വാഴ്ചയിടുന്നു വാഴ്ചയിടുന്നു. എല്ലാവരും കണ്ണടച്ചുകൊണ്ട് 2 കരമുയർത്തിയ പാട്ട് പാടിക്കാട്ടെ. പാതകർക്കായി നീതി വഴി ഓതി തന്നോനേ, പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ചയിടുന്നു ഞാൻ. പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ചയിടുന്നു ഞാൻ. വാഴ്ചയിടുന്നു 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 ഞാൻ. രക്ഷകനെ നന്ദിയോടെ എല്ലാവരും 2 കരമുയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട. എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ചാട്ട. നാവ് തുറന്ന് പ്രാർത്ഥിച്ചാട്ട. അടൂരിനെ മറക്കരുതേ, ഞങ്ങളുടെ ഭദ്രാസനത്തിനെ മറക്കരുതേ, ഞങ്ങളുടെ ഇടവകളെ മറക്കരുതേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കരുതേ. ഞങ്ങളുടെ രാജ്യത്ത് ഒരു സൗഖ്യത്തിൻ്റെ ഒരു മാനസാന്തരം ഉളവാകുവാൻ, അനീതികൾ വിട്ടുമാറുവാൻ, അശുദ്ധികൾ വിട്ടുമാറുവാൻ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങളുടെ സഭയിൽ പകരണം. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അച്ഛന്മാരെ, ഈ ഭദ്രാസനത്തെ എല്ലാ ചുമതലക്കാരെ, എല്ലാ സുവിശേഷകരെ, എല്ലാ ദൈവജനങ്ങളെ ആത്മാവിന്റെ പകർച്ചയുമായി ആത്മശക്തിയുമായി ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, മുട്ടോളമല്ലല്ലോ അരയോളമല്ലല്ലോ, ഒരു നീന്തി തുടിക്കുന്ന ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക് നമ്മെ ദൈവം അയക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കൈകൾ താത്തിട. എല്ലാവരും ശാന്തമായി ഇരുന്നാട്ട. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.